എല്ലാവർക്കും നമസ്കാരം. ദൈർഘ്യമേറിയ ദിവസത്തിന്റെ അവസാനത്തിൽ ഒരു നല്ല പുസ്തകം കാത്തിരിക്കുന്നുവെന്ന അറിവ് ആ ദിവസത്തെ സന്തോഷകരമാക്കുന്നു. മൂത്തകുന്നം എസ്.എൻ.എം. ട്രെയിനിംഗ് കോളേജിലെ ലിറ്റററി ക്ലബ്ബും ലൈബ്രറി റീഡേഴ്സ് ഫോറവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പ്രതിവാര പുസ്തക നിരൂപണ പുസ്തക ചർച്ചയാണ് വ്യാഴാഴ്ച വായനാഴ്ച. പ്രവൃത്തി ദിവസങ്ങളായ എല്ലാ വ്യാഴാഴ്ചകളിലും തുടർച്ചയായി ഇത് നാലാമത്തെ അധ്യയന വർഷമാണ് പുസ്തകങ്ങളോടും രചയിതാക്കളോടും പുസ്തകപ്രേമികളോടുമുള്ള വ്യാഴാഴ്ച വായനാഴ്ച എന്ന സ്നേഹ സംസാരം. പുസ്തകങ്ങളെ, പ്രത്യേകിച്ച് പുതിയ പുസ്തകങ്ങളെ കൂടുതൽ അടുത്തറിയാനും എഴുത്തുകാരോട് നേരിട്ട് സംസാരിക്കാനും അവരുടെ എഴുത്തനുഭവങ്ങൾ അറിയാനും അതുവഴി ചർച്ചയ്ക്കെടുക്കുന്ന പുസ്തകത്തിന് പുതിയ ഒരു വായനാ സ്വരൂപം തീർക്കാനും വ്യാഴാഴ്ച വായനാഴ്ച വഴി സാധ്യമാകുന്നു. ഒരു പുതിയ ലക്കം വ്യാഴാഴ്ച വായനാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഔപചാരികമായി സ്വാഗതം പറയുന്നത് ഒന്നാം വർഷ ബി.എഡ് ഇംഗ്ലീഷ് വിദ്യാർത്ഥിനി ദർശനയാണ്. ദർശന തൃശൂർ ജില്ലയിലെ കാഞ്ഞാണി സ്വദേശിയാണ്. കവയിത്രിയാണ്. ഇതിഹാസങ്ങളും മിത്തുകളും എന്ന വിഷയത്തിൽ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. സ്വാഗതം പറയുന്നതിനായി ദർശനയെ ഏറെ സ്നേഹാദരം ക്ഷണിക്കുകയാണ്. ഏവർക്കും നമസ്കാരം. വായനയുടെ സ്വാധീനം കൊണ്ട് എഴുതാനും ചിന്തിക്കാനും യുക്തിപരമായി സർഗശേഷി ഉണ്ടാക്കുന്നതിനും അവസരം സൃഷ്ടിക്കുന്ന ഒരു കൂടിയിരിപ്പാണ് നമ്മുടെ വ്യാഴാഴ്ച വായനാഴ്ച. ഇന്നത്തെ നമ്മുടെ പരിപാടിയിൽ സ്വാഗതം പറയുക എന്നതാണ് എൻ്റെ ദൗത്യം. ആദ്യമായി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ സുസ്മിത മിസ്സിനെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വ്യാഴാഴ്ച വായനാഴ്ചയുടെ ടീച്ചേഴ്സ് കോർഡിനേറ്റേഴ്സ് ആയ ഡോക്ടർ കൃഷ്ണകുമാർ സാറിനെയും ഡോക്ടർ ഹീര മിസ്സിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒന്നാം തലൈക്കൂത്തൽ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് നിസാർ ഇൽത്തുമിഷ് സാറിനെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വ്യാഴാഴ്ച വായനാഴ്ചയിലെ പുസ്തക നിരൂപണം അവതരിപ്പിക്കുന്ന നമ്മുടെ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിനിയും ഗവൺമെന്റ് HSS മണ്ണത്തൂർ സ്കൂളിലെ അധ്യാപികയുമായി സേവനമനുഷ്ഠിക്കുന്ന ജീവന മാമിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പുസ്തക പ്രേമികളെയും സ്വാഗതം ചെയ്യുന്നു. നന്ദി ദർശന. അടുത്തതായി പുസ്തകാവതരണമാണ്. നിസാർ ഇൽത്തുമിഷ് എഴുതിയ ഏറ്റവും പുതിയ പുസ്തകമായ ഒന്നാം തലൈക്കൂത്തൽ എന്ന നോവലിന്റെ വായനാനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ എസ്.എൻ.എം. ട്രെയിനിംഗ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥിനിയും കൂത്താട്ടുകുളം അടുത്ത് മണ്ണത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപികയുമായ ജീവന സജീവനെ സ്നേഹാദരം ക്ഷണിക്കുകയാണ്. പിറവം അടുത്ത് ഓണക്കൂർ സ്വദേശിനിയായ ജീവനേജി 2022-23 വർഷത്തെ എസ്.എൻ.എം. ട്രെയിനിംഗ് കോളേജ് മാഗസിൻ എഡിറ്റർ കൂടിയായിരുന്നു. വിവിധ കോളേജുകളിൽ മലയാളം അധ്യാപികയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച വായനാഴ്ചയുടെ മുൻ ലക്കങ്ങളിലും ജീവന സജീവ് പങ്കെടുത്ത് പുസ്തകാവതരണങ്ങൾ നടത്തിയത് നന്ദിപൂർവ്വം ഓർക്കുകയാണ്. ഇന്നത്തെ പുസ്തക നിരൂപണത്തിനായി ജീവന ടീച്ചറെ അത്രയും സ്നേഹാദരം ക്ഷണിക്കുന്നു. ഒരുപാട് സന്തോഷം അഖില. എല്ലാവർക്കും നമസ്കാരം. വ്യാഴാഴ്ച വായനാഴ്ചയിലൂടെ വീണ്ടും ഒരു പുസ്തകം അവതരിപ്പിക്കാൻ പറ്റിയതിലുള്ള സന്തോഷം എല്ലാവരോടും അറിയിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന നോവല് സെപ്റ്റംബർ മാസം ഇറങ്ങിയിട്ടുള്ള ശ്രീ നിസാർ ഇൽത്തുമിഷിന്റെ ഒന്നാം തലൈക്കൂത്തൽ എന്ന നോവലാണ്. മലയാളത്തിലെ ആദ്യത്തെ ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ നോവൽ ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന് വലിയൊരു പ്രാധാന്യവും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചരിത്രവും ഭാവനയും ഇടകലർന്ന് വശ്യമായ ഒരു വായനാനുഭൂതി നൽകുന്ന ഒരു നോവലാണ് നിസാർ മാഷിന്റെ ഒന്നാം തലൈക്കൂത്തൽ എന്നുള്ള നോവല്. തമിഴ്നാട്ടിൽ ഇന്നും നിലനിന്നു പോരുന്ന ഒരു ദയാവധം ആണ് തലൈക്കൂത്തൽ. തലൈക്കൂത്തലിനെ ആസ്പദമാക്കിയിട്ടാണ് മാഷ് ഒന്നാം തലൈക്കൂത്തൽ എന്നുള്ള ഈ നോവല് അവതരിപ്പിക്കുന്നത്. ദയാവധത്തെ കേവലമായിട്ട് അല്ലെങ്കിൽ അനായാസമായിട്ട് പറഞ്ഞു പോവുകയല്ല, മറിച്ച് തലൈക്കൂത്തൽ എങ്ങനെയാണ് ചില കുടുംബങ്ങളെ
അവരുൾപ്പെടുന്ന സമൂഹത്തെ സ്വാധീനിച്ചിരുന്നത് അല്ലെങ്കിൽ സ്വാധീനിക്കുന്നത്, ആ കുടുംബങ്ങളെ, ആ സമൂഹത്തെ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ നോവലിലൂടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. 2025-ലും ധാരാളം അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും നിലനിൽക്കുന്ന ഒരു നാടാണ് നമ്മുടേത്. പ്രത്യേകിച്ച് മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് കൊണ്ടാണ്, അതുകൊണ്ട് മാത്രമാണ് പുറം ലോകത്തേക്ക് ഇത്തരം കാര്യങ്ങൾ അറിയുന്നത്. ഞാനും മാധ്യമത്തിലൂടെ, ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഒന്നാം തലൈക്കൂത്തലിനെ കുറിച്ച് അറിയുന്നത്. അത് നിസാർ മാഷ് തന്നെ മാഷിന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവെച്ചിട്ടുള്ള തലൈക്കൂത്തലിന്റെ ഒരു ദൃശ്യാവിഷ്കരണത്തിലൂടെയായിരുന്നു. ഇതിനു മുന്നേ തലൈക്കൂത്തൽ എന്നൊരു കാര്യമേ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അത് ഞാൻ ആ ഒരു റീല് കണ്ടതോട് കൂടിയിട്ടാണ് അപ്പൊ തന്നെ മാഷിന് ബുക്ക് വാങ്ങിക്കാനുള്ള ഒരു ഓർഡർ കൊടുക്കുകയാണ് ചെയ്തത്. അതിന്റെ ഒരു ആ റീല് കണ്ടതോട് കൂടി തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു പുതിയൊരു അറിയാനുള്ള ഒരു, എന്താ പറയാ, ഒരു ത്വര ഉണരുകയും അതെന്താണ് സംഭവം എന്ന് അറിയാനുള്ള ഒരു അടങ്ങാത്തൊരു ആഗ്രഹമായിരുന്നു. അതിന്റെ പേരിലാണ് ഞാൻ തലൈക്കൂത്തൽ വാങ്ങിക്കുന്നതും അത് വായിക്കുന്നതും. മുന്നേ പറഞ്ഞതുപോലെ തന്നെ ധാരാളം ദയാവധമാണ് തലൈക്കൂത്തൽ എന്നുള്ളത്. അതിനേക്കാൾ ഉപരി അതിനൊരു ചരിത്രത്തിന്റെ, ഇന്ത്യയുടെ രാഷ്ട്രീയപരമായിട്ടുള്ള, ഇന്ത്യയുടെ ചരിത്രപരമായിട്ടുള്ള ഒരുപാട് സൂചനകൾ നമുക്ക് ആ നോവലിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്ത്യ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിലെ, കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഒരു കറുത്ത ദിനമായിരുന്നു 1991 മെയ് 21 എന്നുള്ളത്. നമുക്കറിയാം, ഇന്ത്യയുടെ 6ാമത്തെ പ്രധാനമന്ത്രി ആയിരുന്ന ശ്രീ രാജീവ് ഗാന്ധി പൊതു തെരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥം തമിഴ്നാട്ടിലെ പെരുമ്പത്തൂരിൽ എത്തുകയും അവിടെ വെച്ചിട്ട് LTTE തീവ്രവാദികള് അദ്ദേഹത്തെ വധിക്കുകയും ചെയ്ത ഒരു ദിവസമായിരുന്നു ഈ 1991 മെയ് 21 എന്നുള്ള ദിവസം. അദ്ദേഹത്തിന്റെ മരണത്തിനിടയാക്കിയ ആ ചാവേറായി വന്ന സ്ത്രീയെ നമ്മൾ മറക്കാൻ സാധ്യതയില്ലാത്തതാണ്. രാജീവ് ഗാന്ധി വധവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മുടെ നോവല് ആരംഭിക്കുന്നത്. ഈ 1991 മെയ് 21 എന്ന് തന്നെയാണ് ആദ്യത്തെ അധ്യായത്തിന്റെയും പേര്. അന്നേ ദിവസം ഒരു തലൈക്കൂത്തൽ ഉണ്ട് എന്ന് വീട്ടുകാരോട് കള്ളം പറഞ്ഞ് രാജീവ് ഗാന്ധിയെ അതിയായി ആരാധിക്കുന്ന കടമ്പ രാജ എന്ന വ്യക്തി പെരുമ്പത്തൂരിൽ രാജീവ് ഗാന്ധി വരുന്നത് അറിഞ്ഞ് അദ്ദേഹത്തെ കാണാൻ പോകുന്നതുമായി ബന്ധപ്പെട്ടാണ് നോവൽ ആരംഭിക്കുന്നത്. അങ്ങനെ രാജീവ് ഗാന്ധിയെ കാണുക എന്നുള്ളത് മാത്രമായിരുന്നു കടമ്പരാജയുടെ ഏറ്റവും വലിയ ഉദ്ദേശം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വീട്ടുകാരോട് നുണ പറഞ്ഞ് പുറത്തേക്ക് പെരുമ്പത്തൂരിലേക്ക് പോകുന്നത്. നുണ പറയാനുണ്ടായ മറ്റൊരു കാരണം, ഇവരെല്ലാം നാഡീ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവരായിരുന്നു. നാഡീ ജ്യോതിഷ പ്രകാരം ഈ സമയത്ത്, അതായത് 1991 മെയ് സമയത്ത്, മെയ് 21 അടുത്ത് തന്നെ കടമ്പരാജയുടെ മരണം പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീട്ടുകാർ അദ്ദേഹത്തെ, കടമ്പരാജയെ പുറത്തേക്ക് പോകാൻ അനുവദിക്കാതിരുന്നത്. പക്ഷെ വീട്ടുകാരോട് തങ്ങളുടെ കുലത്തൊഴിലായിട്ടുള്ള തലൈക്കൂത്തൽ ഉണ്ട് എന്ന് നുണ പറഞ്ഞുകൊണ്ട് കടമ്പരാജ അവിടെ നിന്നും രാജീവ് ഗാന്ധിയെ കാണാനായിട്ട് പെരുമ്പത്തൂരിലേക്ക് പോവുകയാണ്. അങ്ങനെ ആഗ്രഹം പോലെ തന്നെ രാജീവ് ഗാന്ധി അദ്ദേഹം കാണുകയും അവിടെ വെച്ച് ഒരു നിമിത്തം എന്നോണം തെപ്പസ്വാമിയെ കണ്ടുമുട്ടുകയും ചെയ്യുന്നുണ്ട്. തെപ്പസ്വാമി ഒരു നാഡീ ജ്യോതിഷനാണ്. അങ്ങനെ തെപ്പസ്വാമിയുടെ സഹായത്താൽ അവരൊരു വലിയ വേപ്പ് മരത്തിൽ കയറിയിരിക്കുകയും അവിടെ വെച്ചിട്ട് ഈ രാജീവ് ഗാന്ധിയെ തൊട്ടടുത്തെന്നോണം വളരെ വ്യക്തമായിട്ട് കാണാനുള്ള ഒരു അവസരം കടമ്പരാജയ്ക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അയാളുടെ ജീവിതത്തിലെ ഒരുപക്ഷെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം നടന്നതിന്റെ ഒരു സന്തോഷം കടമ്പരാജയില് നിലനിൽക്കുന്ന ആ സമയത്ത് തന്നെയാണ് തെപ്പസ്വാമി രാജീവ് ഗാന്ധിയുടെ മരണം അടുക്കാറായി എന്ന് തിരിച്ചറിയുന്നത്. ആ രാജീവ് ഗാന്ധിയുടെ മരണം മനസ്സിലാക്കി ആ മാത്രയിൽ തന്നെ അദ്ദേഹം അവിടെ കൊല്ലപ്പെടുകയും ചെയ്യുന്നുണ്ട്. വളരെ നിമിഷങ്ങൾക്കുള്ളിൽ, കണ്ണടച്ച് തുറക്കുന്ന ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ നടക്കുന്ന ഒരു മരണമായിട്ടാണ് രാജീവ് ഗാന്ധിയുടെ മരണം തെപ്പസ്വാമിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ഇതിനു മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ, അത് അദ്ദേഹത്തിന്റെ വിളറിയ ശരീരം കണ്ടിട്ടാണ് തെപ്പസ്വാമിക്ക് ഇത് മനസ്സിലാകുന്നത്, അദ്ദേഹം നാഡീജ്യോതിഷനായതുകൊണ്ട്. രാജീവ് ഗാന്ധിയുടെ മരണം ഇന്ത്യയിൽ ഉണ്ടാക്കിയ വലിയൊരു കോളിളക്കമുണ്ട്. അതിനെ എനിക്ക് തോന്നുന്നു ടൈം മാഗസിൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു രാജ്യത്തിന്റെ പ്രതീക്ഷ മുഴുവൻ കർണകഠോരമായ ശബ്ദത്തോടെ ഒരു തീഗോളമായി കത്തിയെരിഞ്ഞു എന്നാണ് ടൈം മാഗസിൻ രാജീവ് ഗാന്ധിയുടെ വധത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇതുപോലെ ഒരു രാജ്യത്തിന്റെ പ്രതീക്ഷയായിരുന്നു രാജീവ് ഗാന്ധി എന്നുള്ളത്. അദ്ദേഹത്തിന്റെ മരണം കൺമുന്നിൽ നിന്ന് കാണുക എന്നുള്ളത്
അദ്ദേഹത്തെ അത്രയും ആരാധിച്ചിരുന്ന കടമ്പരാജ് ഉൾപ്പെടെയുള്ള അവിടുത്തെ ജനങ്ങളുടെ എല്ലാം എന്താണ് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സംഭവമായിട്ട് മാറുകയാണ്. ആ സ്ഫോടനത്തില് രാജീവ് ഗാന്ധി ഉൾപ്പെടെ 16 പേര് മരണമടയുകയും ധാരാളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അക്കൂട്ടത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരാളാണ്, ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരാളാണ് അനസൂയ ഡെയ്സി ഏണസ്റ്റ് എന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ. നമുക്ക് അവരെ കുറിച്ച് തുടരെ സംസാരിക്കാം. ആ സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്നും ഈ എന്താണ് ഈ കത്തിക്കരിഞ്ഞ ശവശരീരങ്ങളുടെ ഇടയിലൂടെ ആ ശവശരീരങ്ങളിൽ നിന്ന് ഉയരുന്ന ആ കരി പിടിച്ച ആ മണത്തിന്റെ ആ ഗന്ധത്തിന്റെ ഇടയിലൂടെ നമ്മുടെ കടമ്പരാജ മുന്നോട്ട് നീങ്ങുകയും ഇവരുടെ കുലത്തൊഴിലിന്റെ ഭാഗമായിട്ട് എണ്ണ വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന അടയാളപാത്രം ആ തിക്കിലും തിരക്കിലും പെട്ട് കടമ്പരാജയ്ക്ക് നഷ്ടമാവുകയും ചെയ്യുന്നുണ്ട്. കൂടെയുള്ള തെപ്പസ്വാമി അത് കണ്ടുപിടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് തെപ്പസ്വാമി ഈ പാത്രം കണ്ടുപിടിച്ചു കൊണ്ടുവന്ന് അത് സ്വീകരിക്കുന്നതിന് മുന്നേ തന്നെ വൈത്തീശ്വരൻ കോയിലിലെ താളിയോലയില് അഗസ്ത്യമുനി കുറിച്ചിട്ട വിധി അനുസരിച്ച് 62 വയസ്സ് തികഞ്ഞ് 13-ാം നാൾ പെന്നല്ലൂരിൽ വെച്ച് പനങ്കള്ള് മോന്തി കരിനാഗം ദംശിച്ച് കടമ്പരാജ മരണപ്പെടുകയാണ് ചെയ്യുന്നത്. കടമ്പരാജയുടെ മരണം ഇങ്ങനെയായിരുന്നു. അഗസ്ത്യമുനിയാണ് ഇത്തരത്തില് നമ്മുടെ നാഡീജ്യോതിഷ പ്രകാരം നമ്മുടെ വിധികളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് എന്ന വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ആ വിധി അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു നാഡീജ്യോതിഷ പ്രകാരം കടമ്പരാജയുടെ മരണം കൃത്യമായിട്ട് അവിടെ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഈ കടമ്പരാജയുടെ മരണത്തോടെ കുലത്തൊഴിലായതുകൊണ്ട് തന്നെ തലൈക്കൂത്തൽ എന്നുള്ളത് അദ്ദേഹത്തിന്റെ മകനായ അഹോറയിലേക്ക് കൈമാറ്റപ്പെടുകയാണ്. അഹോറയിലൂടെയാണ് പിന്നീട് നമ്മുടെ കഥ മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ നമ്മുടെ നോവലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായിട്ട് അഹോറ കടന്നു വരികയാണ്. ഇനി തലൈക്കൂത്തൽ എന്താണ് എന്ന് പറയാം. നമ്മൾ മുന്നേ പറഞ്ഞു ദയാവധമാണ് എന്ന് പറഞ്ഞു. എങ്കിലും നോവലിസ്റ്റ് തന്നെ പറയുന്നുണ്ട് അത് വല്ലാത്തൊരു ചടങ്ങാണ്. സാധാരണ ചടങ്ങോ അങ്ങനെയൊന്നുമില്ല, അത് വല്ലാത്തൊരു ചടങ്ങാണ്. അതിൽ ചെയ്യുന്ന പ്രക്രിയകൾക്കനുസരിച്ചാണ് അതിനെ വല്ലാത്തൊരു ചടങ്ങായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തലൈക്കൂത്തൽ എന്ന വാക്കിന്റെ അർത്ഥം തലയിലൂടെ വെള്ളം ധാരധാരിയായിട്ട് ഒഴിക്കുക എന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദയാവധത്തിന് വിധേയനാക്കേണ്ട ആളുടെ തലയിൽ ആദ്യം അയാളുടെ തലയിൽ നിറച്ചും എണ്ണ പകരുകയും നേരം വെളുക്കുന്നതിന് മുന്നേ തന്നെ നല്ല തണുത്ത വെള്ളം അയാളുടെ തലയിലൂടെ ധാരധാരിയായിട്ട് ഒഴിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ വെള്ളം എല്ലാം ഒഴിച്ചതിന് ശേഷം അയാളെ കൊണ്ട് കരിക്കിൻ വെള്ളം കുടിപ്പിക്കുന്നുണ്ട്. ഈ കരിക്കിൻ വെള്ളം അയാളുടെ വയറ് പൊട്ടുവോളം അയാളെ കൊണ്ട് ആ ദയാവധത്തിന് വിധേയനാകുന്ന ആളെ കൊണ്ട് ആ വെള്ളം മുഴുവൻ കരിക്കിൻ വെള്ളം മുഴുവൻ കുടിപ്പിക്കുന്നു. ചില സമയങ്ങളിൽ അവരുടെ മൂക്കിലേക്ക് വിളക്കെണ്ണ ഒഴിക്കുന്നു. ചിലപ്പോൾ അവരുടെ മൂക്ക് പൊത്തിപ്പിടിച്ച് വായിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കും. ചിലപ്പോൾ ചെളിവെള്ളം കലക്കി അവരുടെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇങ്ങനെ ഏകദേശം 26 വിധത്തില് ഒരു വ്യക്തിയെ നമുക്ക് ദയാവധത്തിന് വിധേയമാക്കാം എന്നുള്ളതാണ് ഈ തലൈക്കൂത്തൽ നടത്തുന്ന ആളുകളുടെ അവരുടെ ഒരു വിധി. അല്ലെങ്കിൽ അവരങ്ങനെയാണ് ഈ 26 വിധത്തിലാണ് ആളുകളെ ദയാവധത്തിന് വിധേയരാക്കുന്നത്. ഈ ദയാവധത്തിന് വിധേയരാക്കുന്നവര് അവരുടെ മരണവാർത്ത അല്ലെങ്കിൽ അവരുടെ മരണ കാരണം അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവരുടെ മരണകാരണം ന്യൂമോണിയ ബാധിച്ചായിരിക്കാം, അതുപോലെ തന്നെ ചിലപ്പോൾ കിഡ്നി ഫെയിലിയർ കൊണ്ടായിരിക്കാം അവരുടെ മരണം സംഭവിക്കുക എന്നാണ് നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുക. തലൈക്കൂത്തില് ശരിക്കും ഇന്ത്യയില് ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും തമിഴ്നാടിന്റെ പല ഉൾഗ്രാമങ്ങളിലും, എനിക്കൊന്നും മധുരയുടെ ഉൾഗ്രാമങ്ങളിൽ ഇപ്പോഴും നിലനിൽക്കുന്നതായിട്ട് എവിടെ വായിച്ചതായിട്ട് ഇങ്ങനെ ഓർക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് തലൈക്കൂത്തൽ എന്നുള്ളത്. ഈ ഒരു പ്രക്രിയയാണ് അല്ലെങ്കിൽ ഈ ഒരു തൊഴിലാണ് അഹോറ ഉൾപ്പെടുന്ന അവരുടെ കുടുംബം ഉൾപ്പെടുന്നവര് ചെയ്തു പോരുന്നത്, കാലാകാലങ്ങളായിട്ട് ചെയ്തു പോരുന്നത്. കടമ്പരാജയിൽ നിന്നും അഹോറയിലേക്ക് തലൈക്കൂത്തൽ എന്നുള്ള ചടങ്ങ് കിട്ടുകയാണ് ചെയ്യുന്നത്. അഹോറയ്ക്ക് ആദ്യമായിട്ട് കിട്ടുന്ന തലൈക്കൂത്തല് മുത്തൈവാളൻ എന്ന് പറയുന്ന ഒരു ക്രിമിനൽ എന്നോ അല്ലെങ്കിൽ ഒരു തരത്തിൽ നമുക്ക് രാജ്യദ്രോഹി എന്നോ ഒക്കെ വിളിക്കാവുന്ന ഒരു മനുഷ്യത്വമില്ലാത്തവന്റെ തലൈക്കൂത്തലാണ്. മുത്തൈവാളനെ കുറിച്ച് പറഞ്ഞാല് മുത്തൈവാളൻ രാജീവ് ഗാന്ധിയുടെ വധക്കേസിൽ അല്ലെങ്കിൽ രാജീവ് ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് അവിടെ കൂടിയിട്ടുണ്ടായിരുന്ന ആളുകൾക്ക് ഒത്താശ ചെയ്തു കൊടുത്ത ആളാണ് മുത്തൈവാളൻ. അങ്ങനെ ഈ മുത്തൈവാളന്റെ തലൈക്കൂത്തിൽ നടത്തുന്നതോട് കൂടിയിട്ട് അഹോറയുടെ കുടുംബ ജീവിതം തന്നെ അല്ലെങ്കിൽ അഹോറയുടെ ജീവിതം തന്നെ അവിടെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാവുകയാണ്. കടമ്പരാജയുടെ കൂടെ അന്ന് ഉണ്ടായിരുന്ന അതേ തെപ്പസ്വാമി തന്നെയാണ് അഹോറയെ ഈ ദൗത്യം ഏൽപ്പിക്കുന്നത്.
അങ്ങനെ ഒന്നാം തലൈക്കൂത്തലിന് അഹോറ എടുക്കുന്നത് മുതൽ അയാളുടെ ജീവിതവും മാറി മറിയാണ്. അഹോറ അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള കാന്തമ്മയുടെ എതിർപ്പുകളെല്ലാം വകവയ്ക്കാതെയാണ് ഈ മുത്തൈവാളന്റെ തലൈക്കൂത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ആയിട്ട് അഹോറ തന്നെ മനസ്സിലാക്കുന്നത് തന്റെ അപ്പന്റെ മരണത്തിന് ഒരു തരത്തിൽ കാരണക്കാരൻ ഈ മുത്തൈവാളനാണ്. കാരണം എന്തായിരുന്നു? രാജീവ് ഗാന്ധിയുടെ വധത്തിന് ഒത്താശ ചെയ്ത മുത്തൈവാളനായിരുന്നു. ഒത്താശ ചെയ്തത് മുത്തൈവാളനായിരുന്നു. അന്ന് രാജീവ് ഗാന്ധിയെ കാണാൻ പോയത് കൊണ്ടാണ് തന്റെ അപ്പനെ അവിടെ വെച്ച് മരിക്കേണ്ടി വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പരോക്ഷമായിട്ടെങ്കിലും മുത്തൈവാളനാണ് തന്റെ അപ്പന്റെ മരണത്തിന് കാരണം. അതുകൊണ്ടാണ് എനിക്കിന്ന് ഈ തലൈക്കൂത്തൽ നടത്തേണ്ടി വന്നത് എന്നുള്ള ഒരു ചിന്തയിൽ നിന്നുകൊണ്ടാണ് വീട്ടുകാരുടെ എതിർപ്പുകളെല്ലാം വകവയ്ക്കാതെ അഹോറ മുത്തൈവാളന്റെ തലൈക്കൂത്തലിന് ഇറങ്ങിത്തിരിക്കുന്നത്. അങ്ങനെ മുത്തൈവാളന്റെ തലൈക്കൂത്തല് അത് വളരെ വിശദമായിട്ട് തന്നെ നമുക്ക് നോവലിൽ വായിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഞാൻ അതിലേക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല, അത് നമ്മൾ വായിച്ച് തന്നെ അറിയേണ്ടതാണ്. പക്ഷെ അതിലൊരു കാര്യം എടുത്തു പറയാനായിട്ട്, അല്ലെങ്കിൽ അതെനിക്ക് വളരെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഈ തലൈക്കൂത്തല് നടക്കുന്നതിന് മുന്നേ തന്നെ കിണറിന്റെ പരിസരങ്ങളിൽ വെള്ളം കോരി വെക്കുക അങ്ങനെയുള്ള എല്ലാ ചിട്ടവട്ടങ്ങളും നടക്കുന്ന സമയത്ത് തന്നെ ആ കിണറിന്റെ കരയിൽ രാജീവ് ഗാന്ധി വന്നിരിക്കുന്നുണ്ട്. അത് അഹോറയുടെ ഒരു എന്താണ് ചിന്തകളുടെ ഒരു ഫലമായിട്ട് രാജീവ് ഗാന്ധി അവിടെ ഇരിക്കുന്നതായിട്ട് തോന്നുന്നു. അങ്ങനെ ഈ രാജീവ് ഗാന്ധി ഈ മുത്തൈവാളുടെ തലൈക്കൂത്തല് നേരിട്ട് കാണുകയാണ്. തന്റെ മരണത്തിന് അല്ലെങ്കിൽ തന്നെ കൊല ചെയ്തതിന്, തന്നെ ഇതിന് ഒത്താശ ചെയ്ത ഒരാളുടെ തലൈക്കൂത്തല് രാജീവ് ഗാന്ധി മുന്നിലിരുന്ന് കാണുകയാണ്. പക്ഷെ അത് ഈ തലൈക്കൂത്തലിന്റെ ഓരോ പ്രക്രിയ കഴിഞ്ഞ് അത് അവസാനത്തേക്ക് എത്തും തോറും ഈ തലൈക്കൂത്തലിന് വിധേയനാകുന്ന ആൾ നന്നായിട്ട് വിറയ്ക്കും. അയാൾ ജീവന് വേണ്ടിയിട്ട് പിടയും. ആ സമയമായപ്പോഴേക്കും ഈ രാജീവ് ഗാന്ധി അതേ കിണറ്റിലേക്ക് തന്നെ ഊളിയിട്ട് പോയി എന്നാണ് അഹോറ അവിടെ കാണുന്നത്. ഈ ഇതിന് പുറമെ നമ്മൾ പറഞ്ഞു ഇത് ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ നോവലാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ഇന്ന് വളരെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയാ ഒരു ഹിസ്റ്റോറിക്കൽ മോണുമെന്റ് ആണ് തഞ്ചൈ പെരിയ കോവിൽ എന്നുള്ളത്. ബൃഹദീശ്വര ക്ഷേത്രം എന്നെല്ലാം നമ്മൾ പറയുന്ന തഞ്ചൈ പെരിയ കോവിൽ. അപ്പൊ തഞ്ചൈ പെരിയ കോവിലിന്റെ നിർമ്മാണവും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല ചരിത്ര കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പല വിശ്വാസങ്ങളും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നോവലിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബൃഹദീശ്വര ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചരിത്രവും അതിന്റെ വർത്തമാനകാലം എന്ന് ഉദ്ദേശിക്കുന്ന അഹോറയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് സംഭവ വികാസങ്ങൾ നമുക്ക് നോവലിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ വരുന്നതാണ് നാഗൂർ ആണ്ടവരെ കുറിച്ച് പറയുന്നതും ഇസ്കന്ദർ ദുൽഖർനൈനിയുടെ ചങ്ങലക്കണ്ണികളെ കുറിച്ച് പറയുന്നതും. ഇതെല്ലാം അവിടുത്തെ ആളുകളുടെ വിശ്വാസപരമായിട്ടുള്ള അവരെല്ലാം ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന, പ്രതിസന്ധികളിൽ നിന്നെല്ലാം ഒരു തരത്തിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന പല ഘടകങ്ങളാണ് ഈ തഞ്ചൈ പെരിയ കോവിലും അവിടുത്തെ വഴിപാടുകളും നാഗൂർ ആണ്ടവരും ഇസ്കന്ദർ ദുൽഖർനൈനിയും എല്ലാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കാര്യങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞു വരുമ്പോൾ ഇത്തരത്തിൽ അവിടുത്തെ ആളുകളുടെ വിശ്വാസത്തിന്റെ ഒരു മാന്ത്രിക ലോകം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ മുന്നേ പറഞ്ഞൊരു വ്യക്തിയാണ് അനസൂയ ഡെയ്സി ഏണസ്റ്റ് എന്നുള്ള വ്യക്തി. നോവലിലെ ഏകദേശം ഒരു പകുതിയോട് കഴിഞ്ഞിട്ട് അവസാനത്തോട് അടുക്കുമ്പോഴാണ് അനസൂയ ഡെയ്സി ഏണസ്റ്റിനെ കുറിച്ചിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, രാജീവ് ഗാന്ധി കൊലപാതക കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൃക്സാക്ഷിയാണ് അനസൂയ ഡെയ്സി ഏണസ്റ്റ്. അവരിന്നും ജീവിച്ചിരിക്കുന്ന ഒരാളാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥയായിരുന്നു. ഇവർ നേരിട്ട് കണ്ട പല കാര്യങ്ങളും ഈ നോവലിൽ അവതരിപ്പിക്കുന്നുണ്ട്. അവിടെയാണ് ഈ നോവല് ചരിത്രവും ഉണ്ട്, അതിലൊരു എന്താണ് ഒരു ചരിത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃക്സാക്ഷി വിവരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും എവിടെയും തിരുത്തി പറയാനോ അല്ലെങ്കിൽ അതിനെ വേറൊരാൾക്ക് മറികടന്നുകൊണ്ട് അതിൽ കൂട്ടിച്ചേർക്കലുകൾ നടത്താനോ സാധിക്കില്ല. നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ട് അതിനെ അവതരിപ്പിക്കുന്നത് അത് വേറെ ആർക്കും തിരുത്താൻ സാധിക്കാത്ത ഒന്നാണ്. അവിടെയാണ് അനസൂയ ഡെയ്സി ഏണസ്റ്റിന്റെ ദൃക്സാക്ഷി വിവരണം വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. അതൊരു പ്രതിസന്ധി ഘട്ടത്തില് നമ്മുടെ അഹോറയും ഭാര്യ കാന്തമ്മയും കൂടി അനസൂയ ഡെയ്സി ഏണസ്റ്റ് താമസിക്കുന്ന അവരുടെ ഒരു ബന്ധു വീട്ടിലേക്ക് എത്തുന്നതായിട്ടാണ് നോവലിൽ കൊടുത്തിട്ടുള്ളത്. അവിടെ വെച്ചിട്ട് ഈ അനസൂയ ഡെയ്സി ഏണസ്റ്റ്
അവരുടെ അക്കാലത്ത് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ രാജീവ് ഗാന്ധി വധത്തിന്റെ ആ 991 മെയ് 21 എന്നുള്ള ആ ഒരു ദിവസത്തെ ആ ഒരു രാത്രിയിൽ നടക്കുന്ന സംഭവങ്ങളെ വിവരിക്കുന്നുണ്ട്. വളരെ തീവ്രമായിട്ട് അവർ അനുഭവിച്ചിട്ടുള്ള ആ ഒരു സംഭവം ഒരിക്കലും ഇവരുടെ ആരുടെയും ചിന്തയിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവം ആയിരുന്നില്ല. അങ്ങനെ ഒരു പെട്ടെന്ന് ഒരു ആക്രമണം ഉണ്ടാവുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവർ ചിന്തിച്ചിരുന്നില്ല. അപ്പൊ അതിനു മുന്നേ വളരെ ശാന്തമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നും എത്രയോ പെട്ടെന്നാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ ആ ഒരു വലിയ സംഘർഷത്തിലേക്ക് ഇവർ എത്തുന്നത് എന്നുള്ള ഒരു കാര്യം അനസൂയ അതിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ അനസൂയ ഡെയ്സി അണസ്റ്റ് അവിടെ ഈ പെരുമ്പത്തൂരില് ശ്രീപെരുമ്പത്തൂരില് സുരക്ഷാ ഉദ്യോഗസ്ഥയായിട്ട് നിൽക്കുന്ന സമയത്ത് അവരുടെ മുന്നിലൂടെയാണ് ചാവേറായ തനു എന്ന് പറയുന്ന കലൈവാണി രാജരത്നം അവരുടെ മുന്നിലൂടെയാണ് നടന്നു നീങ്ങുന്നതും രാജീവ് ഗാന്ധിയുടെ അടുത്തേക്ക് അടുക്കുന്നതും. അങ്ങനെ രാജീവ് ഗാന്ധിയുടെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങിയ ഈ തനു എന്ന് പറയുന്ന ആ കുട്ടിയെ നമ്മുടെ അനസൂയയാണ് തടഞ്ഞു നിർത്തുന്നത്. ആ ആ അനസൂയ എന്താണ് തടഞ്ഞു നിർത്തുന്നത് അനസൂയാണ്. പക്ഷെ ജനങ്ങളുടെ ഇടയിൽ രാജീവ് ഗാന്ധി മനുഷ്യനായിട്ട് മാത്രമേ പെരുമാറിയിട്ടുള്ളൂ. ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെതായിട്ടുള്ള വലിയൊരു തലയെടുപ്പോ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനെ പോലെ തന്നെയാണ് എല്ലാ ആളുകളോടും അദ്ദേഹം പെരുമാറിയിട്ടുള്ളത് എന്ന് നമുക്ക് പലയിടത്തും മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് ഇദ്ദേഹം ആ കുട്ടിയെ അനസൂയ തടഞ്ഞു നിർത്തിയ തനു എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ തന്റെ അടുത്തേക്ക് വിളിക്കുകയാണ് ചെയ്തത്. പക്ഷെ അവളെ അടുത്തേക്ക് വിളിക്കുക വഴി സ്വന്തം മരണത്തിലേക്ക് ആയിരുന്നു അദ്ദേഹം നടന്നെടുത്തുകൊണ്ടിരുന്നത് എന്ന് അദ്ദേഹം പോലും അറിഞ്ഞിട്ടുണ്ടാവുകയില്ല. ആ ഒരു സ്ഫോടനത്തില് പരിക്ക് പറ്റിയ അനസൂയയെ നമ്മൾ മുന്നേ പറഞ്ഞു 15ഓളം പേര് രാജീവ് ഗാന്ധിയെ കൂടാതെ മരണമടയുകയും 50ഓളം പേർക്ക് ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. അതിൽ ഒരാള് അനസൂയയായിരുന്നു. ആ സ്ഫോടനം നേരിൽ കണ്ട അനസൂയയായിരുന്നു ആ 50 പേരിൽ ഒരാള്. അപ്പൊ അനസൂയ പിൽക്കാലത്ത് എന്താണ് അവര് ഈ ഒരു കുറെ കാലം ആശുപത്രികളിലൂടെ ICUലെല്ലാം കിടന്ന് അവരുടെ ശരീരത്തിന് കുറെ മാറ്റങ്ങൾ സംഭവിച്ചു. അത് ഞാൻ നിസാർ മാഷിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലാണ് അവരുടെ ഒരു ഭാഗം കണ്ടത്. അവരുടെ കൈവിരലുകളെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെ ഒരു പഴയ ചിത്രം രാജീവ് ഗാന്ധിയുടെ ഒപ്പം ഉള്ള ഒരു ചിത്രം, ഒരു പോലീസ് യൂണിഫോമിലൊക്കെ നിൽക്കുന്ന ഒരു ചിത്രത്തിൽ അവർ വളരെ മനോഹരമായിട്ട് ചിരിച്ചു നിൽക്കുന്ന ഒരു ചിത്രം നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഇപ്പൊ അവരുടെ കൈകൾക്കെല്ലാം വൈകല്യം സംഭവിച്ചു, അവരുടെ വിരലുകളെല്ലാം മറ്റുപോയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അവരുള്ളത്. പക്ഷെ വളരെ എന്താണ് ശക്തമായിട്ട് കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു സ്ത്രീ കൂടിയാണ് ഈ അനസൂയ ഡെയ്സി അണസ്റ്റ്. അപ്പൊ ഈ സ്ത്രീയുടെ ഈ എന്താണ് അനസൂയെ കണ്ടുമുട്ടുന്നതിലൂടെ അനസൂയയുടെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നമ്മുടെ നിയമത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു ജീർണത അല്ലെങ്കിൽ കണ്ണില്ലാത്ത ക്രൂരത നമുക്ക് അനസൂയയുടെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവർ പറയുന്നുണ്ട് ഇന്ത്യയിലേക്ക് നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇന്ത്യയിലേക്ക് ആയുധങ്ങളുമായിട്ട് നുഴഞ്ഞു കയറി വരുന്ന ഒരു സംഘം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ജനങ്ങൾക്ക് മുന്നിലിട്ട് ഒരു പൊതുസ്ഥലത്തിട്ട് കൊല്ലുകയാണ്. അപ്പൊ അത് മാത്രമല്ല, പാവങ്ങളായിട്ടുള്ള ഒന്നും അറിയാത്ത 15 പേരെ അവര് കൊല്ലുകയാണ്. ഇങ്ങനെയെല്ലാം വളരെ എന്താ പറയാ വളരെ പൈശാചികമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്തിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ അവരെന്തായാലും ശിക്ഷിക്കപ്പെടേണ്ടവരാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ ഇത് തന്നെ നമ്മുടെ സുരക്ഷാ സംവിധാനത്തിന്റെ വലിയൊരു വീഴ്ചയാണ്. ആയുധങ്ങളുമായിട്ട് രാജ്യത്തേക്ക് കടന്നു വരിക, ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പൊതുസമൂഹത്തിന്റെ മുന്നിലിട്ട് വധിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു സുരക്ഷാ വീഴ്ചയാണ്. എന്നിരിക്കെ തന്നെ തന്റെ ശരീരം മുഴുവൻ കത്തി നശിക്കപ്പെട്ട ഒരാളാണ് അനസൂയ. അവർ തന്നെ പറയുന്നുണ്ട് അവർക്ക് ശ്വാസം വിടാൻ പോലും ആകാതെ അവർ കിതച്ചുകൊണ്ടാണ് ഡ്യൂട്ടിയിൽ പ്രവേശിക്കുന്നത്. അതായത് കുറെ നാളുകൾക്ക് ശേഷമാണ് ഇവർ ഡ്യൂട്ടിയിൽ പ്രവേശിക്കുന്നത്. അപ്പൊ പോലും ഇവർക്ക് വളരെ അസുഖകരമായിട്ടുള്ള സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സ്വന്തം നിലനിൽപ്പിനെ മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജോലിയിൽ പ്രവേശിച്ച അനസൂയയ്ക്ക് ആദ്യത്തെ ആഴ്ചയിൽ തന്നെ കിട്ടിയ ജോലി ഈ രാജീവ് ഗാന്ധി വധത്തിന് ഒത്താശ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ കൂട്ടത്തിൽപ്പെട്ട നളിനി എന്ന് പറയുന്ന സ്ത്രീയുടെ പ്രസവത്തിന് കാവലിരിക്കുക എന്നുള്ളതായിരുന്നു. നോക്കുക, അതിന്റെ വൈരുദ്ധ്യം നോക്കുക, നമ്മുടെ നിയമവ്യവസ്ഥ എത്തരത്തിലാണ് അവരോട് പെരുമാറിയിട്ടുള്ളത് എന്ന് നോക്കുക. അതിന്റെ യുക്തി എന്തായിരുന്നു എന്ന് അനസൂയ തന്നെ അവിടെ രോഷാകുലയാവുന്നുണ്ട്. നമുക്ക് ഒരിക്കലും അതിനൊരു മറുപടി കൊടുക്കാനോ അല്ലെങ്കിൽ
അത് അവരാ പറയുന്നത് തന്നെയാണ് അവരുടെ പ്രതിഷേധം. അവര് തുടർന്നും അവരുടെ ഒരു കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. നളിനിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഈ അവിടെ അവരെ കാണാനായിട്ട് എത്തിയിട്ടുള്ള അഹോറയെയും കാന്തമ്മയോടും അനസൂയ പറയുന്ന അവസാനത്തെ ഒരു വാക്കുണ്ട്. അതിങ്ങനെയാണ്: ആർക്കും നമ്മുടെ രാജ്യത്ത് വന്ന് ആരെയും കൊന്നിട്ട് പോകാനുള്ള ഒരു പച്ചക്കൊടിയാണിത്. ഇതൊരു അപകടകരമായ കീഴ്വഴക്കത്തിന്റെ തുടക്കമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് അനസൂയ ആ വീടിന്റെ അകത്തേക്ക് കയറി പോവുകയാണ്. ഒരിക്കലും അനസൂയ എവിടെയും ഒളിച്ചിരിക്കുകയല്ല. അവരവരുടെ പ്രതിഷേധം കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, അനസൂയ പറഞ്ഞ ആ വാക്കുകളിൽ നിന്ന് തന്നെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നടക്കുന്ന പലതരത്തിലുള്ള അസ്വാതന്ത്ര്യങ്ങൾ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കുന്നതിന്റെ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് അത്തരത്തിലുള്ളവരെ ആക്രമിക്കുന്നത്, അവരെ വധിക്കുന്ന പലതരത്തിലുള്ള കാര്യങ്ങൾ, ഇങ്ങനെയെല്ലാം ഉള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ഇത് അനസൂയ പറഞ്ഞു വെക്കുന്ന ഒരു പ്രതിഷേധം മാത്രമല്ല, ഒരുപക്ഷെ എല്ലാ ഇന്ത്യക്കാരനും പറയേണ്ട, അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനും അവന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന എന്താണെങ്കിലും അത് തുറന്നു പറയേണ്ടതിന്റെ ഒരു ആവശ്യകത കൂടി നമുക്ക് അനസൂയയുടെ ആ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, നമ്മൾ പറയുന്നുണ്ട് ദയാവധം തന്നെയാണ് തലൈക്കൂത്തൽ എന്ന് പറയുന്നുണ്ട്. പക്ഷെ രണ്ടിനും രണ്ട് രീതികളാണ്. തലൈക്കൂത്തൽ നമ്മൾ ദയാവധം എന്നുള്ള ഒരു വാക്കിനെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ദയാവധത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു പക്ഷെ നമ്മുടെ ഉള്ളിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് അരുണ ഷാൻബാഗ് എന്നുള്ള പേരായിരിക്കാം. ഒരു പക്ഷെ നമ്മളെല്ലാം സ്കൂളിൽ പഠിക്കുന്ന സമയത്തായിരിക്കും, ഞാൻ ഇപ്പൊ BEd ചെയ്യുന്ന കുട്ടികളുടെ അടുത്താണ് പറയുന്നത്. ഞാനൊക്കെ ഹൈസ്കൂളിലോ മറ്റോ പഠിക്കുന്ന സമയത്താണ് അരുണ ഷാൻബാഗിനെ കുറിച്ചിട്ട് പത്രത്തിൽ വന്ന ആർട്ടിക്കിളുകൾ വായിക്കുന്നത്. അവര് ലൈംഗിക പീഡനത്തിന് ഇരയായിട്ട് 1973 മുതൽ 42 വർഷക്കാലത്തോളം അബോധാവസ്ഥയിൽ കഴിയേണ്ടി വന്ന ഒരു നഴ്സിംഗ് അസിസ്റ്റന്റ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, 42 വർഷക്കാലത്തോളം അബോധാവസ്ഥയിൽ കഴിയുക. അവര് അനുഭവിച്ചു വന്നിട്ടുള്ള യാതനകൾ എന്തൊക്കെയായിരിക്കും? അവര് അരുണ ഷാൻബാഗിന്റെ ജീവിതം വളരെ എന്താ പറയാ, നമുക്കൊന്നും വിവരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ജീവിതമായിരുന്നു. അവര് അരുണ ജോലി ചെയ്തുകൊണ്ടിരുന്ന മുംബൈയിലെ കിങ് എഡ്വേർഡ് മെമ്മോറിയൽ ആശുപത്രിയിൽ ഒരു തൂപ്പുജോലിക്കാരനായിട്ടുള്ള എനിക്ക് തോന്നുന്നു സോഹൻലാൽ വാത്മീകി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ അരുണ ഷാൻബാഗിനെ പീഡനത്തിന് ഇരയാക്കുന്നത്. പക്ഷെ അതിന്റെ കേസ് കൊടുത്തപ്പോൾ പോലും അവർ പീഡനത്തിന് ഇരയായിട്ടില്ല എന്നുള്ളത് ഒരു ഘടകമാണ് എങ്കിൽ കൂടിയും ഈ സോഹൻലാൽ വാത്മീകി വളരെ എന്താണ്, അദ്ദേഹം നമ്മുടെ നിയമവ്യവസ്ഥയുടെ പഴുതുകളിലൂടെ രക്ഷപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഈ സംഭവ വിവരണം നോവലിൽ വളരെ വ്യക്തമായിട്ട് വളരെ വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. അത് വായിക്കുമ്പോഴാണ് നമ്മൾ അരുണ അനുഭവിച്ചിട്ടുള്ള, ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് പല സ്ത്രീകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. പക്ഷെ 42 വർഷക്കാലത്തോളം അരുണ ഷാൻബാഗ് എങ്ങനെയാണ് അതിജീവിച്ചു എന്നൊന്നും പറയാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഈ 42 വർഷക്കാലത്തോളം അബോധാവസ്ഥയിൽ കഴിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ദയാവധം എന്നുള്ളത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. പക്ഷെ അതുപോലും നടത്താതെ എനിക്ക് തോന്നുന്നു അവസാനം അരുണ ഷാൻബാഗ് ന്യൂമോണിയ വന്നിട്ടോ മറ്റോ ആണ് മരിച്ചത്. അപ്പൊ ഈ അരുണ അനുഭവിച്ചിട്ടുള്ള 42 വർഷക്കാലം നീണ്ട ഈ നരക ജീവിതത്തിന്റെ 10-1 അല്ലെങ്കിൽ 100-1 പോലും ജയിലിൽ കിടക്കേണ്ടി വന്ന, അങ്ങനെ പറയേണ്ടി വരും, ജയിലിൽ കിടന്നിട്ടുള്ള സോഹൻലാൽ അനുഭവിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ എവിടെയാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ പഴുതുകള് ചിലർക്ക് വേണ്ടി മാത്രം മാറുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് ഇത്തരത്തില് ഉള്ള പല ഘടകങ്ങളിലൂടെ, പല വായനകളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എല്ലാവരും ജീവിക്കാൻ കൊതിക്കുന്ന ആളുകളാണ്. ജീവിതത്തിൽ പുതിയ പുതിയ നേട്ടങ്ങൾ ഉണ്ടാകണം, ജീവിതത്തിൽ പുതിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകണം എന്ന് വിചാരിച്ചിട്ട് ജീവിക്കാൻ കൊതിക്കുന്ന മനുഷ്യരാണ് നമ്മളെല്ലാവരും. ഈ ജീവിക്കാൻ കൊതിക്കുന്ന മനുഷ്യരെ പോലെ തന്നെ മരണം കൊതിക്കുന്ന ആളുകളും ഉണ്ട്. അത്തരത്തിൽ ഒരാളായിരുന്നിരിക്കാം അരുണ ഷാൻബാഗ്. നമുക്കറിഞ്ഞൂടാ, അവർക്ക് സംസാരശേഷിയില്ല, ചലനശേഷിയില്ല, ഒന്നും ഇല്ലാതിരുന്നിട്ടും എന്താണ് ഇത്തരത്തിൽ മരണം കൊതിക്കുന്ന ഒരുപാട് ആളുകളും നമ്മളുടെ ഇടയിലുണ്ട്. അവരുടെ വിഷമങ്ങളും കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഈ ഒരു കാര്യമാണ് എനിക്ക് അരുണ ഷാൻബാഗിന്റെ ആ ഒരു ജീവിതവിവരണം വീണ്ടും വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഇനി അഹോറയുടെയും കുടുംബത്തിന്റെയും കാര്യങ്ങളിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാല്, സാധാരണ ഇവർ വളരെ ഒരു ചെറിയൊരു ഗ്രാമത്തിൽ ജീവിക്കുന്ന ആളുകളാണ്.
അസുഖങ്ങളൊക്കെ ഉണ്ടായാൽ പോലും കയ്യിൽ കിട്ടുന്ന പച്ചമരുന്നുകളെല്ലാം വെച്ചുകൊണ്ട് അസുഖത്തെ മാറ്റാൻ ശ്രമിക്കുന്ന ആളുകളാണ് ഗ്രാമത്തിലുള്ളവര്. അപ്പൊ അഹോറയും അവരുടെ കുടുംബവും അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. അഹോറയുടെയും കാന്തമ്മയുടെയും ആദ്യത്തെ കുട്ടി ആദിസൂര്യയും അവരുടെ രണ്ടാമത്തെ മകൻ ആദികേശവനും കടുത്ത ജ്വരം ബാധിച്ച് വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ മരിച്ചു പോകുന്നുണ്ട്. അഹോറയുടെ ഒരു ചിന്ത താൻ തലയിക്കൂത്തൽ ഏറ്റെടുത്ത് തന്റെ കുലത്തൊഴിൽ തന്റെ അപ്പന്റെ കയ്യിൽ നിന്ന് അപ്പന്റെ മരണശേഷം ആ തലയിക്കൂത്തൽ ഏറ്റെടുത്തത് കൊണ്ടാണ് തന്റെ കുഞ്ഞുങ്ങൾക്ക് ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അവര് മരണത്തിലേക്ക് പോകുന്നത് എന്നുള്ളൊരു ചിന്ത അഹോറയ്ക്ക് ഉള്ളിലുണ്ടായിരുന്നു, അഹോറയുടെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾക്ക് തന്റെ മക്കളുടെ ചാവുകട്ടിലിന്റെ അടുത്തിരുന്ന് നിലവിളിക്കാൻ മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ. ഒടുവില് ഇവർക്കൊരു ഇളയ മകളുണ്ട്, ആഴിനി എന്നു പേരുള്ള ഒരു മകളുണ്ട്. ഇവര് പൂച്ചക്കുട്ടി എന്നെല്ലാം വളരെ സ്നേഹത്തോടെ വിളിക്കുന്ന, കുറച്ച് കുറുമ്പിയായിട്ടുള്ള, എല്ലാവരോടും നല്ല രീതിയിൽ ഇടപെടുന്ന ഒരു പെൺകുട്ടി, ഒരു കൊച്ചു പെൺകുട്ടിയാണ് ആഴിനി. ആഴിനിക്കും അവസാനം ജ്വരം ബാധിക്കുന്നുണ്ട്. ഈ ജ്വരം ബാധിച്ച ആഴിനിയെ ഇവര് വളരെ നിസ്സഹായതയോടെയാണ് ഈ രക്ഷകർത്താക്കള് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ഹംസവേണി എന്ന് പറയുന്ന ഇവരുടെ തന്നെ ഒരു ബന്ധത്തിലുള്ള ഒരു പെൺകുട്ടി, അവളാണ് ആ ഗ്രാമത്തിൽ നിന്നും അവിടുത്തെ ആളുകളെ എല്ലാം എന്താ പറയാ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യമൊക്കെ മനസ്സിലാക്കി കൊടുത്ത് മദ്രാസിൽ പോയി PhD ചെയ്യുന്ന ഒരു കുട്ടിയാണ് ഹംസവേണി. ഹംസവേണി ഈ അസുഖത്തിന്റെ കാര്യങ്ങളെല്ലാം ഇവരെ ഈ അഹോറയെയും കുടുംബത്തെയും മനസ്സിലാക്കുകയും ഈ കുട്ടിയെ ചെന്നൈയിൽ എത്തിച്ച് ചികിത്സിക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഡോക്ടർ തന്നെ പറയുന്നുണ്ട് ഈ കുട്ടിക്ക് ഇനി അധികം ആയുസില്ല, ഇവരുടെ എന്താണ് ആന്തരിക അവയവങ്ങളെല്ലാം വളരെ ചുരുങ്ങി പോകുന്ന, രക്തമെല്ലാം ഇല്ലാതായി പോകുന്ന ഒരു അസുഖമാണ് ഇവർക്ക് ബാധിച്ചിട്ടുള്ളത്. അതൊരു ജനിതക രോഗമാണ്. അത് നേരത്തെ ജനിതക രോഗം നമുക്കറിയാമല്ലോ, അതിന്റെ ചികിത്സിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം നിലനിൽക്കെ തന്നെ ആഴിനിക്ക് ചെറിയൊരു പ്രതീക്ഷ കിട്ടുന്നുണ്ട്, താൻ ഇനിയും കുറച്ചു കാലമെങ്കിലും ജീവിക്കും എന്നുള്ളൊരു പ്രതീക്ഷ അവരിൽ ഉണ്ടാവുന്നുണ്ട്. കുറച്ച് അവരതിനു ശേഷം ഈ ചികിത്സയ്ക്കൊക്കെ ശേഷം തിരികെ അവരുടെ ഗ്രാമത്തിലേക്ക് തന്നെ വരുന്നുണ്ട്. ആ ഒരു സമയത്ത് ഈ പെൺകുട്ടിക്ക് തന്നെ ഒരു ദിവസം തോന്നുകയാണ് അവള് മരിക്കാൻ പോവുകയാണ് എന്നൊരു തോന്നൽ ഉണ്ടാവുകയും ഈ കുട്ടി ഒരിക്കൽ അമ്പലത്തിൽ വെച്ചിട്ട് തന്റെ അപ്പനായിട്ടുള്ള അഹോറയെ കൊണ്ട് തലയിൽ സത്യം ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവസാനം എടുക്കുന്ന തലയിൽക്കൂത്തൽ എന്റെ ആയിരിക്കണം എന്നൊരു സത്യം ഈ മകള് അച്ഛനെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ അത് വളരെ ദുഃഖത്തോടു കൂടിയിട്ടാണ് അന്ന് സത്യം ചെയ്തത്. പക്ഷെ തീരെ വയ്യാതിരുന്ന ആ ഒരു അവസ്ഥയിൽ മരണത്തിലേക്ക് താൻ പോവുകയാണ് എന്നൊരു തോന്നൽ കൊണ്ടായിരിക്കണം ആഴിനി അപ്പയോട് പറയുകയാണ്, അപ്പ എന്റെ തലയിൽക്കൂത്തില് നടത്തിക്കൊള്ളൂ എന്ന് പറയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക, അച്ഛനോട് പറയാണ്, അച്ഛൻ എന്നെ ഒന്ന് കൊന്നു തരൂ, എനിക്കിനി വേദനയൊന്നും സഹിക്കാൻ വയ്യ, എന്നെ ഒന്ന് കൊന്നു തരുമോ എന്ന് പറയേണ്ടി വരുന്ന ആ ഒരു അവസ്ഥ. അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, മരണം കൊതിക്കുന്ന ആളുകളും നമ്മുടെ ചുറ്റുപാടും ഉണ്ട് എന്നുള്ളത്. അങ്ങനെ തന്റെ സത്യം ചെയ്തതുപോലെ ആ സത്യം എന്താണ് ഫലവത്താക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അഹോറ അവിടെ നടത്തുന്നുണ്ട്. അതിന്റെ ഇടയിലാണ് മകൾക്ക് അവൾ ഇതുവരെ അവളുടെ പേരിന്റെ ആഴം, അതായത് ആ കടല് ഇതുവരെയും അവൾ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആ കടല് കാണാനുള്ള ആഗ്രഹം അവൾ പ്രകടിപ്പിക്കുകയും അങ്ങനെ ആ കുഞ്ഞിനെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അവിടെ നിസാർ മാഷ് ഇങ്ങനെയാണ് അത് അവതരിപ്പിക്കുന്നത്. ജനിമൃതികളുടെ നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ച കടലിന്റെ മടിത്തട്ടിലിരുത്തി അവളുടെ തലക്കുറി മായ്ച്ചു കളയുവാൻ അഹോറയും കാന്തമ്മയും ആഴിനിയെയും കൊണ്ട് കോഴിക്കോട്ടേക്ക് യാത്ര തിരിക്കുകയാണ്. അപ്പൊ കടല് കണ്ടു കഴിഞ്ഞാൽ അവളുടെ പേരിന്റെ പൊരുൾ അറിയുക എന്നുള്ളത് അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അപ്പൊ ഒരുപക്ഷെ അത് അവളുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നിരിക്കാം. അത് സാധിച്ചു കൊടുക്കാനും ആ രക്ഷകർത്താക്കള് കോഴിക്കോട്ടേക്കാണ് വരുന്നത്. ഇതിനിടയ്ക്ക് കോഴിക്കോടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രണ്ട് വ്യക്തികൾ ഉണ്ട്. അവരുടെ ഒരു സംഭാഷണത്തിനിടയിലാണ് കോഴിക്കോട് എന്നുള്ള ആ ബീച്ചിലേക്ക് അല്ലെങ്കിൽ ആ കടൽ തീരത്തേക്ക് അവരെത്താനായിട്ട് ശ്രമിക്കുന്നത്. ആ യാത്രക്കിടയില് തന്റെ മകളെ ഒരിളം കാറ്റ് പോലും വന്ന് ഉപദ്രവിക്കരുത്, അല്ലെങ്കിൽ ആ ഒരു ഇളം കാറ്റ് കൊണ്ടുണ്ടാകുന്ന ഒരു നോവല് പോലും എന്റെ മകൾക്ക് ഉണ്ടാവരുത് എന്ന് വെച്ചുകൊണ്ട് ആ ട്രെയിനിന്റെ ജനലുകളെല്ലാം അടച്ചിട്ട് തന്റെ മകളെ നെഞ്ചോട് ചേർത്ത് അവളെ അവളുടെ പേരിന്റെ ആഴം കാണിക്കാൻ പോകുന്ന ഒരു പിതാവിനെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നോവലിന്റെ ഇങ്ങനെയാണ് ആ നോവൽ അവസാനിക്കുന്നത്. പക്ഷെ അത് അവസാനിക്കുന്നതെന്ന് എനിക്ക് പറയാൻ കാരണം ഈ അഹോറ വായിച്ചതിന് ശേഷം അഹോറ എന്നെ ഇങ്ങനെ പല ദിവസങ്ങളായിട്ട് ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ കിടക്കാണ്. അഹോറയും ഉണ്ട്,
ആഴിനിയുമുണ്ട്. ആഴിനിയുടെ ചില കുസൃതികളൊക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നുണ്ട്. അപ്പൊ ഇത് വായിക്കുന്നതിന്റെ ഇടയിൽ കഥാപാത്രങ്ങളെല്ലാം നമ്മുടേതൊക്കെ ആയി മാറുന്നതായിട്ട് ഒരു തോന്നലുണ്ട്. നോവലിന്റെ മുഖവുരയിൽ അല്ലെങ്കിൽ അത് നോവൽ തുടങ്ങുന്നതിന് മുന്നേ നിസാർ മാസ്റ്റർ എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. ജീവിതമാണ് ഖൈറെങ്കിൽ ജീവിതവും, മരണമാണ് ഖൈറെങ്കിൽ മരണവും വിധിച്ച് ഞങ്ങളെ കാത്തുകൊള്ളണമേ നാഥ. ജീവിതത്തിനും മരണത്തിനും ഇടയിൽ ഞങ്ങളെ പരീക്ഷിക്കല്ലേ തമ്പുരാനെ എന്നുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സത്യങ്ങളാണ് ജനനവും മരണവും എന്നുള്ളത്. അതിന്റെ ഇടയിൽപ്പെട്ട ഒരു യാത്രയാണ് ജീവിതം എന്നുള്ളത്. ആ ജീവിതത്തിന്റെ ഇടയിൽ പല പ്രതിസന്ധികൾ നമ്മൾ നേരിടേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ ഒരു കാര്യം തരണം ചെയ്തു പോകും. ഇങ്ങനെ അത് മാത്രമല്ല, ആം, ജീവിതത്തില് പല സത്യങ്ങളും ഉണ്ടാകും, അസത്യങ്ങളും ഉണ്ടാകും, ചരിത്രവും ഉണ്ടാകും, തിരുത്തപ്പെട്ട ചരിത്രം എന്ന് പറയാവോ എന്നറിയില്ല, എങ്കിലും തിരുത്തപ്പെട്ട ചരിത്രവും ഉണ്ടാകും. അപ്പൊ ഇങ്ങനെയുള്ള പല ജീവിതങ്ങളും നമുക്ക് നമ്മുടെ ചുറ്റുപാടും കാണാൻ സാധിക്കുന്നുണ്ട്. അത് തന്നെയാണ് തലൈക്കൂത്തൽ എന്നുള്ള നോവലിലൂടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. തലൈക്കൂത്തൽ എന്നുള്ള നോവല് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നിസാർ മാഷിന്റെ നേരിട്ട് വാങ്ങിക്കുകയാണ് ചെയ്തത്. ഈ നോവൽ എനിക്ക് മാഷിന്റെ അടുത്ത് നേരിട്ടൊരു റിവ്യൂ പറയാനൊന്നും ഞാൻ മെസ്സേജ് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പൊ ഇത് എൻ്റെ ഒരു വായനാനുഭവമായിട്ട് മാഷ് ഏറ്റെടുക്കണമെന്നും അതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ ഒരു നോവല് എല്ലാവർക്കും നല്ലൊരു വായനാനുഭവമായി മാറും എന്നുള്ള ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി. നന്ദി ജീവനേച്ചി. ഹൃദ്യവും ലളിതവും വിശാലവുമായ ഒരു പുസ്തക അവലോകനത്തിന് ഒരിക്കൽ കൂടി നന്ദി പറയാണ്. അത്രയ്ക്ക് ഗംഭീരമായിട്ട് ചേച്ചി ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. കേട്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ആകാംക്ഷ എന്താണെന്നറിയാനും വായിക്കാനും ഒക്കെ. ഇത്രയും നല്ലതുപോലെ അവതരിപ്പിക്കുമ്പോൾ ഞങ്ങളിലേക്കൊക്കെ ഒരു പ്രോത്സാഹനം കൂടിയാണ് വായിക്കണം, ഇതുപോലെ ഓരോ നിരൂപണങ്ങൾ ഞങ്ങളും അവതരിപ്പിക്കണം എന്നുള്ളത്. അതുകൊണ്ട് ഒത്തിരി നന്ദി പറയുകയാണ്. ഒന്നാം തലൈക്കൂത്തൽ എന്ന നോവലിലേക്ക് പുതിയൊരു വാതായനമാണ് ഈ വായനയിലൂടെ ഞങ്ങൾക്ക് നൽകിയത്. നോവലിസ്റ്റ് നിസാർ ഇൽത്തുമിഷ് നമ്മുടെ കൂടെ ഈ ഒരു മീറ്റിലുണ്ട്. ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വിവിധ വേദികളിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന കൃതികളാണ് നിസാർ ഇൽത്തുമിഷിന്റെ എല്ലാ പുസ്തകങ്ങളും. പ്രത്യേകിച്ച് നോവലുകളായിട്ടുള്ള നൂറുൽ മുനീറുൽ പൂർണ്ണാനന്ദ, ഓർമ്മകളും തേടി, അഗർത്ത, ദായമ്മക്കൈ എന്നീ നോവലുകൾ. നിസാർ ഇൽത്തുമിഷ് സാർ ഇപ്പോൾ മണാശ്ശേരി MAMO കോളേജിലെ ജേർണലിസം വിഭാഗം അധ്യാപകനാണ്. SK പൊറ്റക്കാട് പുരസ്കാരം, ദ ഇന്റർനാഷണൽ തമിഴ് സർവകലാശാലയുടെ ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച വായനാഴ്ചയുടെ ഒരു ലക്കത്തിൽ, അതായത് ഡിസംബർ 12-ന് SNM ട്രെയിനിങ് കോളേജ് വിദ്യാർത്ഥിനി സ്നേഹയും നൂറുൽ മുനീറുൽ പൂർണ്ണാനന്ദ എന്ന നോവൽ ചർച്ച ചെയ്തിട്ടുണ്ട്. എഴുത്തനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ നിസാർ ഇൽത്തുമിഷ് സാറിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. ഞാനേ ഇങ്ങനെ കേട്ടിരിക്കുക. സത്യം പറഞ്ഞാൽ എനിക്ക് പോലും ഇങ്ങനെ ഞാൻ എഴുതിയത് നറേറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. സത്യമായിട്ടും വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെടുക, എങ്ങനെയപ്പോൾ ആ ക്രൊണോളജിക്കൽ ഓർഡറിൽ അതിങ്ങനെ പറഞ്ഞു പോവാന്ന് ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. എനിക്കിപ്പോൾ ഒരാൾ എന്നോട് ആ കഥ പറയാൻ പറഞ്ഞ സത്യം എനിക്കത് അറിയില്ല, ടു ബി ഫ്രാങ്ക്. താങ്ക് യു വെരി മച്ച്. അപ്പോൾ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. ഭയങ്കര സന്തോഷം കൊണ്ട് മനസ്സ് നിറഞ്ഞു. കാരണം അത്രയും ഡെപ്തിൽ ചെന്നിട്ട് ഓരോ അതിൻ്റെ രാഷ്ട്രീയമാണെങ്കിലും ചരിത്രമാണെങ്കിലും വർത്തമാനമാണെങ്കിലും ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് അതിന് കൂടുതലായിട്ട് ഒരു പോയിന്റ് പോലെ ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൗകര്യം ഇതിൽ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിനനുസരിച്ചിട്ട് അങ്ങ് പറഞ്ഞു പോവാന്ന് വിചാരിക്കുന്നു. അതായിരിക്കും കുറച്ചുകൂടി ഇൻട്രാക്റ്റീവ് ആവുക. നന്ദി നിസാർ സാർ. ഇനി നമ്മൾ ഈ തലൈക്കൂത്തൽ എന്ന് പറയുന്ന ഒന്നാം തലൈക്കൂത്തൽ എന്ന് പറയുന്നത് വായിക്കുമ്പോൾ സാറിന്റെ അനുഭവം കൂടെ കേൾക്കായിരുന്നില്ല, നമുക്ക് അതൊക്കെ വെച്ചിട്ട് കുറച്ചുകൂടെ ഒരു ഉൾക്കാമ്പോട് കൂടെ വായിച്ചെടുക്കാന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ എന്തായാലും ജീവന ചേച്ചി അത്രയും നല്ലതുപോലെ പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്കിനി വായനയുടെ ആവശ്യം ഉണ്ടോ എന്ന് തന്നെ സംശയമായി പോയി. കാരണം അത്രയും നല്ലതുപോലെ ചേച്ചി അവതരിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും നിസാർ സാർ പറഞ്ഞ ചോദ്യോത്തര സമയമാണ്. നിസാർ സാറിനോട് സംസാരിക്കാൻ വേണ്ടി ഈ മീറ്റിലുള്ള ഓരോരുത്തരെയും, അല്ലെങ്കിൽ എല്ലാവരെയും ഈ വേദിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു മീറ്റിലേക്ക് ക്ഷണിക്കുകയാണ്.
ചോദിച്ചോളൂ, ഞാൻ പറയാൻ തയ്യാറായിട്ടിരിക്കുന്നുണ്ട്. മാഷെ ഞാൻ സംസാരിക്കാന്ന് വെച്ചു. ഓക്കെ. ഞാൻ ഇടുക്കി ഡയറ്റിലെ ലെക്ചറാണ്. പേര് അജീഷ് ഓക്കെ. എന്നാണ്. ആഹാ. എന്റെ ഗവേഷണ വിഷയം തന്നെ ഈ ഹിസ്റ്റോറിയോഗ്രാഫിക്കൽ മെറ്റാഫിഷനാണ്. ഈ ആഗസ്റ്റ് 17 പോലെ അതിനകത്ത് അത്തരം കൃതികളാണ് ഞാൻ പഠന വിധേയമാക്കുന്നത്. ഇപ്പൊ ഇവിടെ ടീച്ചർ അവതരിപ്പിച്ചപ്പോൾ ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ ആണെന്നാണ് ടീച്ചർ പറഞ്ഞത്. ഇത് കേട്ടുപോയപ്പോൾ എനിക്ക് തോന്നിയത് ചില മെറ്റാഫിക്ഷന്റെ സാധനങ്ങൾ അതിനകത്ത് ചേർന്ന് വന്നിട്ടുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ടായി. കാരണം നമുക്ക് ചില ചരിത്ര വ്യക്തികളെയൊക്കെ അതല്ലാതെ അവതരിപ്പിച്ചിട്ടുള്ളത് പോലെ തോന്നുന്നു. അപ്പം സാറിനാണ് അത് പറയുന്നത്. ഞാൻ ഈ പുസ്തകം ഞാൻ കണ്ടിട്ടില്ല, അത് എൻ്റെ ഒരു പരിമിതിയാണ്. പക്ഷെ ഈ വിഷയത്തിൽ എനിക്ക് വലിയ താല്പര്യമുണ്ട്. ഞാൻ ഉടനെ അത് പുസ്തകം വായിക്കാന്ന് ഉറപ്പ് പറയുന്നതാണ്. എൻ്റെ ആവശ്യം കൂടിയാണത്. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്. ഇത് നമ്മുടെ ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ ആണോ അതോ ഹിസ്റ്റോറിയോഗ്രാഫിക്കൽ മെറ്റാഫിക്ഷൻ ആണോ സാറിന് അതിന്റെ വ്യത്യാസം? അങ്ങനെയൊക്കെ ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ അതിന്റെ ടെക്നോളജിക്കൽ സൈഡ് ഒന്നും അറിയില്ല. റിവ്യൂവിന് കൊടുത്ത സമയത്ത് ഞാൻ ഉദ്ദേശിച്ചത് ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ എന്നുള്ള, ഹിസ്റ്ററിയും ഫിക്ഷനും കൂടി മിക്സ് ചെയ്ത് എഴുതുക എന്നുള്ള. ഇതിന്റെ സാങ്കേതികതകളൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് അത്രക്ക് വലിയ വശമില്ല. മെറ്റാ ഫിക്ഷൻ ആണോ എന്നൊക്കെ ചോദിച്ചാല് എനിക്ക് അത്രക്കൊരു ധാരണ ഇല്ല അത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. നിങ്ങളെ പോലത്തെ ആളുകളായിരിക്കും അത് എന്താണെന്നുള്ളത് പറഞ്ഞു തരേണ്ടത് സത്യം പറഞ്ഞ വായിച്ചിട്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം ഈ നമ്മുടെ അവതാരക അവതരിപ്പിച്ചതിന് ശേഷം ഇതൊക്കെ ഞങ്ങൾ തീരുമാനിക്കട്ടെ എന്നുള്ള ഒരു നല്ലൊരു കാഴ്ചപ്പാട് ആണ് സാറിൻ്റെത്. അത് നല്ലതാണ്. പക്ഷെ ഞങ്ങളുടെ ചോദ്യം വളരെ എന്താണ്, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ചോദിക്കാറ് സാധാരണ ഗതിയിൽ. എനിക്ക് അറിയുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്. അതായത് ഇപ്പൊ രാജീവ് ഗാന്ധി അതിനകത്തുണ്ട്. അപ്പം നമ്മൾക്കറിയുന്ന ഒരു രാജീവ് ഗാന്ധിയെ നമുക്ക് ജനറൽ ആയിട്ട് നമുക്കറിയാവുന്ന ഒരു ചരിത്ര പുരുഷൻ എന്നുള്ളത്. അപ്പൊ അത് ഒന്നുകൂടെ വ്യക്തമാക്കാം. ഇപ്പം നമ്മുടെ ആഗസ്റ്റ് 17 എന്നുള്ളതിൽ ഹരീഷ് ബഷീറിനെ അവതരിപ്പിക്കുന്നത് ഒരു എഴുത്തുകാരനായിട്ടല്ല, ഒരു എഴുത്തുകാരനല്ല ഉപരി ഒരു രാഷ്ട്രീയ നേതാവായിട്ടും ഒരു ഗുണ്ടയായിട്ടൊക്കെ അതിനകത്ത് അവതരിപ്പിക്കുന്നുണ്ട്. ആ വാക്ക് എത്ര ശരിയാണെന്ന് എനിക്കറിയില്ല. അപ്പം അത്തരത്തിൽ ഏതെങ്കിലും ഒരു കഥാപാത്രത്തിനോ ഒക്കെ വല്ല മാറ്റം വരുത്തുന്നുണ്ടോ, അതോ തീർച്ചയായിട്ടും നമ്മൾ അറിയുന്ന രാജീവ് ഗാന്ധി തന്നെയാണ്? ഓക്കെ സാർ. ഇപ്പം ഐശ്വര്യ എന്ന് പറഞ്ഞ ആൾ ചോദിച്ചിട്ടുണ്ട്, തലൈക്കൂത്തൽ എന്ന ദയാവധത്തെ ആസ്പദമാക്കി നോവൽ എഴുതാൻ തോന്നിയ സാഹചര്യം അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ എന്തായിരുന്നു? അതായത് 2004 എനിക്കുള്ള ഇൻസ്പിറേഷൻ കിട്ടിയത്. 2004 ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നാട് വിട്ടുപോയ കഥകൾ. അപ്പോൾ നാട് വിട്ടുപോയ സമയത്ത് മയിലാടുതുറൈ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ് ഞാൻ ഈ അഹോറ എന്ന് പറഞ്ഞ ശരിക്കുള്ള റിയൽ ക്യാരക്ടറാണ് അഹോറയെ പരിചയപ്പെടുന്നത്. അന്ന് അദ്ദേഹം പറഞ്ഞ ഒരു വാക്കാണ് തലൈക്കൂത്തൽ. എനിക്ക് തലൈക്കൂത്തൽ എടുക്കാൻ പോകാനുണ്ട് എന്ന് പറഞ്ഞ വാക്ക്. ആ വാക്കാണ് ഞാൻ 15-18 വർഷം എൻ്റെ തലയിലിട്ട് കൊണ്ടുവരുന്നത്. പിന്നീട് ചില വാക്കുകളൊക്കെ എൻ്റെ മനസ്സിൽ കയറി, അങ്ങനെ അത് പോവില്ല. അതിങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിനോ അനാവശ്യത്തിനോ ആ വാക്കുകൾ ഇങ്ങനെ പ്രയോഗിച്ചുകൊണ്ടേയിരിക്കുക. ഫ്രണ്ട്സിനോടൊക്കെ ചുമ്മാ അങ്ങനെ തലൈക്കൂത്തൽ അങ്ങനെയൊക്കെ പറയാറുണ്ടായിരുന്നു. പിന്നെ ഇന്റർനെറ്റിനോടൊക്കെ ആക്സസ് ഉണ്ടായ ശേഷമാണ് സത്യം പറഞ്ഞാൽ ഈ തലൈക്കൂത്തൽ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അത് മനസ്സിലാക്കി പക്ഷെ ഞാൻ ഞെട്ടിപ്പോയി, പഠിച്ചവനെ ഇതായിരുന്നു അയാൾ എന്നോട് പറഞ്ഞെന്നുള്ളത്. അങ്ങനെ പിന്നീട് ഞാൻ 2024 മയിലാടുതുറയിൽ പോയിട്ട് അങ്ങനെ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ച് ചോദിച്ച് മനസ്സിലാക്കി. അങ്ങനെയാണ് തലൈക്കൂത്തൽ എന്ന് പറഞ്ഞ ഇത് എഴുതാനുള്ള ഇൻസ്പിറേഷൻ സത്യം പറഞ്ഞ അഹോറ തന്നെയാണ്. ഇതിലുള്ള ക്യാരക്ടേഴ്സ് പലരും റിയൽ ആണ്. ഇപ്പം അനസൂയ ആണെങ്കിൽ അവരെ പോയി കണ്ടു. പിന്നെ അരുണയുടെ സ്റ്റോറി റിയൽ ആണ്. അങ്ങനെ റിയാലിറ്റിയും ഫിക്ഷനും കൂടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം എവിടെയാണ് റിയാലിറ്റി എവിടെയാണ് ഫിക്ഷൻ എന്നുള്ളത്
ഞാൻ ഇങ്ങനെ പറയാറില്ല. അത് ഓരോരുത്തരും വിചാരിച്ചോട്ടെ എന്ന് വിചാരിക്കില്ല. ഇത് റിയൽ ആണ് അല്ലെങ്കിൽ ഇതിൽ ഫിക്ഷൻ ആണെന്നുള്ളത് അങ്ങനെ അങ്ങ് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യാറുള്ളത്. ഓക്കെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നമസ്കാരം മാഷെ, ജീവനയാണ്. ആ മാഷെ, ഇതില് മാഷ് പറഞ്ഞ അനസൂയയെ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു അനുഭവം ഉണ്ടല്ലോ, ആ അതൊന്ന് ആ ഒന്നുകൂടി വിവരിക്കോ? ഞാൻ ഇത് റീൽസിലൊക്കെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഒന്നും കൂടി അതിന്റെ ഒരു തീവ്രത മനസ്സിലാക്കാനായിട്ട്. ആ അതായത് അനസൂയെ ഞാൻ കാണുന്നത് കോയമ്പത്തൂരിൽ വെച്ചിട്ട് അവിടെ ഒരു പ്രോഗ്രാമിന് നിന്ന സമയത്തായിരുന്നു കാണുന്നത്. അപ്പോ അവര് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ലേഡിയാ. ഭയങ്കര സ്ട്രോങ് ആ. അത് ഇന്റർവ്യൂസ് ഒക്കെ യൂട്യൂബിൽ കാണാം. തമിഴിലുണ്ട്, ഒരുപാട് ഇന്റർവ്യൂസ് ഒക്കെ ഉണ്ട് അവരുടെ. അപ്പം അവരിപ്പോഴും ഭയങ്കര സ്ട്രോങ് ആയിട്ട് ആ ഒരു സിസ്റ്റത്തിനെതിരെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ടും, ഇത്രയും പിന്നെ സാക്ഷികൾ ഉണ്ടായിട്ടും എല്ലാരും വെറുതെ വിടാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അതിനെ കുറിച്ച് അവർക്ക് പറയുന്ന സമയത്തിന് ഭയങ്കര ഒരു വെറുപ്പാണ് ആ ഒരു സിസ്റ്റത്തോടെ അവർ പ്രകടിപ്പിക്കുന്നത്. കാരണം അവരുടെ ശരീരത്തിൽ, അവരുടെ ബ്രസ്റ്റില്, അവരുടെ കണ്ണില് അവിടെയൊക്കെ പെല്ലറ്റ്സ് ഉണ്ട്. റിമൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആ ഷെല്ലുകൾ ഇങ്ങനെ കയറി കിടക്കുന്നുണ്ട്. അവരുടെ ശരീരം മൊത്തം കരിഞ്ഞു പോയി, കറുത്തുപോയി, അവരുടെ വിരലുകൾ നഷ്ടപ്പെട്ടു. ഇതിനൊക്കെ കാരണമായിട്ടുള്ള ആളുകളെ ഇപ്പൊ സ്വതന്ത്രരായിട്ട് നളിനി ഇപ്പം ലണ്ടനില്, അവരുടെ മകൾ ഇപ്പം ഡോക്ടറാണ്. പിന്നെ ബാക്കി എല്ലാവരും സ്വതന്ത്രരായിട്ട് ഇങ്ങനെ പുറത്ത് നടക്കുകയാണ്. പക്ഷെ ഈ പറഞ്ഞ 16 അപ്പാവികളായിട്ടുള്ള തമിഴ് മക്കൾ വെച്ചാൽ വിടുതലൈ പുലികൾ എന്ന് പറയുമ്പോൾ ഈ കരിമ്പുലികള് അല്ലെങ്കിൽ LTT എന്ന് പറയുന്ന ആൾക്കാര് തമിഴ് ഈഴത്തിന് വേണ്ടിയിട്ട്, തമിഴന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ തമിഴൻ എന്ന് പറയുന്ന ആൾക്കാർ തന്നെ 16 പേരെ കൊന്നു. 50ഓളം ആൾക്കാരെ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ തള്ളിയിട്ടിട്ടാണ് അവര് ഒരാൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ക്രൈം ചെയ്തത്. അപ്പോൾ അതിനെ കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് അവര് ഭയങ്കര രോഷാകുലമായിട്ട് തന്നെയായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അവരെ കണ്ട സമയത്ത് എനിക്ക് സത്യം പറഞ്ഞ ആ ഒരു മൊമെന്റ് ആണ് ഓർമ്മ. 1991 എനിക്ക് എത്ര വയസ്സായിരിക്കും, 7-8 വയസ്സാന്ന് തോന്നുന്നു. 6 വയസ്സോ 7 വയസ്സോ. ആ സമയത്ത് ടിവിയില് ദൂരദർശനിൽ കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു എന്നുള്ളതും എല്ലാവരും വീട്ടിലിരുന്നിട്ട് TV കണ്ടതൊക്കെ ഓർമ്മയുണ്ട്. അപ്പൊ അതൊക്കെ ഞാനിങ്ങനെ ഒരു മെലാങ്കളിക്, ഒരു ദൂരദർശൻ അങ്ങനത്തെ ഒരു മെലാങ്കളിക് മ്യൂസിക് ഉണ്ടല്ലോ, ഒരു തീം മ്യൂസിക്, ആ മ്യൂസിക്കിന്റെ അകമ്പടിയോട് കൂടി ഈ ഇത് ഇങ്ങനെ പോകുന്നതൊക്കെ ഞാനിങ്ങനെ എൻ്റെ ഓർമ്മയിലേക്ക് വന്ന് അവരെ കണ്ട സമയത്ത്, പിന്നെ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റിന്റെ ദൃക്സാക്ഷി എന്ന് പറയുന്ന സമയത്ത് അത്രയും എന്താ പറയാ, അവരുടെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മൊമെന്റ് ആണത്. ആ മൊമെന്റിനെ നറേറ്റ് ചെയ്യുന്ന സമയത്ത് ശരിക്കും അവർ ഭയങ്കര ഇമോഷണലായി, അതുപോലെ തന്നെ ഭയങ്കര അജിറ്റേറ്റഡ് ആയിട്ടായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പൊ ആ ഒരു പവർ അതുപോലെ തന്നെ ഞാൻ എൻ്റെ എഴുത്തിലേക്കും കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് എത്രമാത്രം വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത്. ആരോ ഒന്ന് ചോദിച്ചു, വേറെ എന്തോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എത്ര സമയം എടുത്തു എന്നായിരിക്കും അല്ലേ? എത്ര സമയം എടുത്തു? ധന്യ, ഈ പുസ്തകം എഴുതാൻ കറക്റ്റ് പറയുകയാണെങ്കിൽ 46 ദിവസം എടുത്തിട്ടേ ഉള്ളൂ. കാരണം അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ആ പബ്ലിഷർ ഞാനുള്ള കമ്മ്യൂണിക്കേഷൻ ഞാൻ ഇങ്ങനെ ചുമ്മാ എടുത്ത് നോക്കിയിട്ടുണ്ടെന്ന്. ഫസ്റ്റ് ചാപ്റ്റർ അയച്ചതും ലാസ്റ്റ് ചാപ്റ്റർ അയച്ചതും എടുത്ത് നോക്കുന്ന സമയത്ത് 46 ദിവസം എടുത്തിട്ടേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഞാൻ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് തലൈക്കൂത്തൽ. ബാക്കി പുസ്തകങ്ങളൊക്കെ പൂർണ്ണാന്തക്ക് എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 3 വർഷം 4 വർഷമൊക്കെ എടുത്തിട്ട്, അത് മടി കാരണം കേട്ടോ. ഈ സമയത്ത് അത്ര മടി ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ഇതിനൊരു ഡെഡ് ലൈനും കൂടി വന്നിട്ടുണ്ടായിരുന്നു. ആ ഡെഡ് ലൈനും കൂടി ഉള്ളതുകൊണ്ടായിരിക്കും പെട്ടെന്ന് അങ്ങ് എഴുതി തീർക്കാൻ ശ്രമിച്ചത്. ഇനിയിപ്പോ പുതിയ പുസ്തകം വരുന്നുണ്ട്, DC-യുടെ ഒരു പുസ്തകം വരുന്നുണ്ട്. അത് എഴുത്തുപുരയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ നോവല് നല്ല രീതിയിൽ ഇപ്പൊ അവതരിപ്പിക്കപ്പെട്ടു. ഇതിങ്ങനെ കേട്ടപ്പോഴേ, ഞാനിത് വായിച്ചിട്ടില്ല, പക്ഷെ ഇത് കേട്ടപ്പോ ഈ 46 ദിവസം എന്നുള്ളത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. അത്രയും വലിയൊരു പഠനം, വലിയൊരു എഫേർട്ട് അതിന്റെ പിന്നിലുണ്ടെന്ന് ആ നോവലിന്റെ അവതരണം ഇങ്ങനെ കേട്ടപ്പോ തോന്നി. ഉടനടി അത് പോയിരുന്ന് വായിച്ചില്ലെങ്കിൽ സമാധാനം കിട്ടൂല. അതേപോലത്തെ ഒരു സബ്ജക്റ്റും സാധാരണ എല്ലാം അങ്ങനെ തന്നെയാണ്. നന്നായിട്ട് പഠിച്ചിട്ട് എഴുതണ ഒരാളായിട്ടാണ് തോന്നിയിട്ടുള്ളത് എപ്പോഴും. നല്ല
വല്ലാത്തൊരു അതെ, സന്തോഷം തോന്നുന്ന അവതരണവും അതായത് നന്നായിട്ടുണ്ട്. എഴുതാൻ 46 ദിവസം എടുത്തിട്ടുള്ളൂ, പക്ഷെ എഴുതാൻ പ്രിപ്പറേഷൻ കുറച്ച് അധികം സമയം ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം റെഡിയാക്കി വെച്ചാൽ പിന്നെ നമുക്ക് സുഖമാണ്. അതായത് ഒക്കെ ഇങ്ങനെ അറേഞ്ച്, ചാപ്റ്റർ ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പിന്നെ അങ്ങ് ഇരുന്ന് എഴുതിയാൽ മതി. പക്ഷെ അത് അറേഞ്ച് ചെയ്ത് എടുക്കാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. ഹലോ ഇൽത്തുമിഷ്, ഗുഡ് ആഫ്റ്റർനൂൺ. യാ, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ മൻസൂറാണ്, യു കെന്ന്. പറഞ്ഞോളൂ. ഞാൻ ഈ പുസ്തകം വായിച്ചിട്ട് 100ന്റെ പകുതി എത്തിയിട്ട് എനിക്ക് പിന്നെ നിർത്തേണ്ടി വന്നു വായിക്കാൻ. പിന്നെ എനിക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ ആദ്യമായിട്ട് വായിച്ചു വീണ്ടും. ഓഹോ. കാരണം ആക്ച്വലി അത് ആ ഫസ്റ്റ് റീഡിങ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഒരു ബ്ലൈൻഡ് ആയി പോയി സീരിയസ്. പിന്നെ ഞാൻ എങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന എനിക്കൊരു കൺഫ്യൂഷൻ ആയി. പിന്നെ ഞാൻ വിളിച്ചു ഓക്കെ, അപ്പം പിന്നെ ഒന്നും കൂടി ഇരുന്ന് ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ, ഒരു നോയ്സ് ഇല്ലാതെ വായിക്കുമ്പോഴേ ഈ പുസ്തകം മനസ്സിലാവത്തുള്ളൂ. ഫസ്റ്റ് ടൈം വായിക്കുമ്പോൾ നമുക്ക് ഇറ്റ് ബി ടോട്ടലി ബ്ലൈൻഡ്, ഡെഫിനറ്റ്ലി. പിന്നെയാണ് വാട്ട് എക്സാക്ട്ലി നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വായിക്കുമ്പോ ഉണ്ടല്ലോ, ഡെഫിനറ്റ്ലി ഞാൻ എന്റെ വെക്കേഷന് വന്നു കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി ഇസ് മൈ ഹോളിഡേ, ഐ കം ആൻഡ് മീറ്റ് യു, ഡെഫിനറ്റ്ലി, ദർ ഇസ് എ നോ ഡൗട്ട്. സന്തോഷം. It's my pleasure to meet you, Rishikesh. Really, really my pleasure to meet you. Okay. ഇവിടെ ഇപ്പൊ ഏകദേശം 4:30 ആയിട്ടുള്ളൂ. എനിക്കറിയാം അവിടെ നാട്ടിൽ നല്ല ലേറ്റ് ആയിട്ടൊന്നും അറിയാം. സോ ഐ എം സോ ഹാപ്പി, ഐ എം സോ ഗ്ലാഡ് ടു സീ യു ആക്ച്വലി. ഒരുപാട് സന്തോഷം. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ മറ്റേത് വായിക്കണം. അത് ഞാൻ ഇനി സെക്കൻഡ് ഏതാ വായിക്കേണ്ടത്? അഗർത്തയാണോ വായിക്കേണ്ടത് അല്ലേ? ഓൾറൈറ്റ്. പക്ഷെ 100 മുന്നിൽ ഒന്നുകൂടെ എനിക്ക് വായിക്കണം. ഒന്നുകൂടെ വായിച്ചെങ്കിൽ മാത്രമേ എനിക്ക് അതിലൂടെ ഗോ ത്രൂ ചെയ്യാനൊക്കത്തുള്ളൂ എനിക്ക് തോന്നുന്നു. ഐ എം പ്രിറ്റി ഷുവർ, യു നോ. എനിക്ക് അങ്ങനെ തോന്നുന്നു. തീർച്ചയായിട്ടും. ഒരുപാട് പേര് ഓൺലൈനിലുണ്ട്. സോറി, ഞാൻ ടൈം എടുക്കുന്നില്ല, നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ. ആയിക്കോട്ടെ. ഡിസ്കഷൻ നടക്കട്ടെ. ഓക്കെ. ഓക്കെ, ഷുവർ. ഓൾറൈറ്റ്, താങ്ക് യു. താങ്ക് യു. അടുത്തതാരാണ്? ഇനി ആരെങ്കിലും ഉണ്ടോ? ഹലോ സർ, നമസ്കാരം. ഞാൻ ഹീര ടീച്ചറാണ്. നമ്മള് ചങ്ങമ്പുഴ പാർക്കിൽ വെച്ചൊരിക്കൽ കണ്ടിരുന്നു അഗർത്ത പുസ്തക സമ്മാനമായിട്ടാണ്. ഓർമ്മയുണ്ടെന്ന് അറിയില്ല, X ഫാക്ടറിന്റെ സുമയ്യയുടെ ബുക്കിനോട്. അപ്പം സർ, അപ്പോ ഞാൻ ഒരു ചെറിയൊരു ഇപ്പൊ പല പുസ്തകങ്ങളും വായിച്ചപ്പോ അതില് സാറിന് ഹൃദയത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ഒരു പുസ്തകം അഗർത്തയാണെന്ന് പറഞ്ഞു കേട്ടു. അപ്പോ ഇപ്പോ എത്തി നിൽക്കുന്ന ഈ ലേറ്റസ്റ്റ് പുസ്തകം, അത് സാറിന്റെ മനസ്സിൽ എന്തായിരിക്കും അതിന്റെ ഒരു സ്ഥാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇത്രയും ഷോർട്ട് ടേമില് എഴുതിയിട്ടില്ലാണ്, മറ്റത് ഒരുപാട് എന്താ പറയാ വികാര തലച്ചുകളും ഇതൊക്കെ അനുഭവിച്ച് ലാസ്റ്റ് പാർട്ടൊക്കെ എഴുതി എന്നുള്ള ഒരു എല്ലാത്തിലും പെയിന് കറക്റ്റ് സെയിം തന്നെയാണ്. 45 ദിവസത്തെ പെയിൻ ആണെങ്കിലും 400 ദിവസത്താണെങ്കിലും ഒരേ പെയിൻ തന്നെയാണ്. ഇത് 45 ദിവസം കൊണ്ട് മൊത്തം പെയിൻ നമ്മൾ അനുഭവിക്കണം, മറ്റേത് 400 ദിവസം. അപ്പൊ പെയിൻ കുറച്ച് കുറവായിരിക്കും എന്റെ അഭിപ്രായം. ഇത് മൊത്തം ഒരു ഡോസ്, ഓവർ ഡോസ് ആയിരിക്കും. കാരണം ഞാൻ എഴുതുന്നതൊക്കെ ഒരു എന്താ ട്രാജിക് സ്റ്റോറീസ് ആയതുകൊണ്ടേ എല്ലാ കഥാപാത്രങ്ങളും വേദന അനുഭവിക്കുന്നവരായതുകൊണ്ട് നമ്മളും ആ വേദന മുഴുവൻ അനുഭവിക്കണം. അപ്പൊ ഈ 45 ദിവസം കണ്ടിന്യൂസ് ഈ ഒരു കഥാപാത്രങ്ങളെ കൊലയും ദയാവധവും ബ്ലാസ്റ്റും മൊത്തത്തില് വെടിയും പുകയൊക്കെ തന്നെ ആയിരുന്നു. അപ്പൊ അത് കുറച്ചൊരു ബുദ്ധിമുട്ടായി. പക്ഷെ തലൈക്കുത്തലും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്ന് തന്നെയാണ്. കാരണം അത് എനിക്ക് എസ്പെഷ്യലി രാജീവ് ഗാന്ധിയെ കുറിച്ച് എഴുതിയത് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴേ, അത് ഞാനും അത്രയും അനുഭവിച്ചിട്ടാണ് ആ പാർട്ട്, എസ്പെഷ്യലി ആ പാർട്ട് ഞാൻ എഴുതിയ സമയത്ത് എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. അതായത് ഈ തമിഴ് പുലികള് രാജീവ് ഗാന്ധിനെ കൊല്ലുന്ന മെയ് 20-ാം തീയതി അവരെല്ലാരും കൂടി പിന്നെ തമിഴ്നാട്ടിലെ ഒരു ആ സ്ഥലത്തിന്റെ പേര് ഞാൻ പറഞ്ഞത്, അവിടെ ഒരു വീട്ടിലിരുന്നിട്ട് അവരെല്ലാരും കൂടി ഇങ്ങനെ കൂടിയിരിക്കുന്നുണ്ട്. എന്നിട്ട് അവര് തനുവിന് വേണ്ടിയിട്ട് ഏറ്റവും പ്രിയപ്പെട്ട ഞണ്ട് കറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അവര് എല്ലാരും, നളിനിയുണ്ട്, ശുഭയുണ്ട്, ഇവരെല്ലാരും കൂടി ഇരുന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് അവര് മട്ടുപ്പാവില് പോയിട്ട് തനു പറയുന്നുണ്ട്, നോക്കിക്കോ നാളെ ഞാൻ അവിടെ ഒരു നക്ഷത്രമാവും, പിന്നെ അവിടെ
ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അവിടെ നക്ഷത്രമായിട്ട് വരും എന്ന് പറയുമ്പോൾ ബാക്കി എല്ലാരും പറയും, ഓ ഞങ്ങൾക്ക് കൊതിയാവുക, നിനക്ക് നിനക്ക് നാളെ ആ ഭാഗ്യം കിട്ടി, ഞങ്ങൾക്കൊക്കെ ഇനി എന്നായിരിക്കും ആ ഒരു സമയം വരാൻ പോവാന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുക, നമ്മുടെ ശരീരം ഇങ്ങനെ പൊട്ടിച്ചെതറിച്ചുകൊണ്ട് അത്രയും അത് ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ എന്തുമാത്രമായിരിക്കും അവരുടെ മനസ്സിൽ ഉണ്ടാവുക. ആ ഒരു പാഷൻ, അതായത് സ്വന്തം ലൈഫാണല്ലോ നമുക്ക് ഏറ്റവും വലുത്. ആ ലൈഫിനെ അവർ ഇല്ലാതാക്കിയിട്ട് ഒരു പ്രതികാരം ചെയ്യണമെങ്കിൽ അവരുടെ മാനസിക അവസ്ഥ എന്തായിരിക്കും. ആ ഒരു മെയ് 20 മുതൽ 21 വരെയുള്ള അവരുടെ സമയത്തെ കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. അവര് പോകുന്നതും അവരതിന് പ്ലാൻ ചെയ്യുന്നതും അവര് ചുരിദാർ വാങ്ങിക്കുന്നതും, അതായത് ഓറഞ്ച് ചുരിദാറും പച്ച ഷോളുമാണ് അവർ എടുക്കുന്നത്. അതായത് കോൺഗ്രസിന്റെ കളറ്, കോൺഗ്രസ് പൊട്ടിച്ചെതറുക എന്നുള്ളതാണ് അവർ അതിലൂടെ മീൻ ചെയ്യുന്നത്. അവര് ടൈലറിങ് ഷോപ്പിൽ പോയിട്ട് തയ്പ്പിക്കുന്നതും അതില് ബോംബ് ഫിക്സ് ചെയ്യുന്നതും അതൊക്കെ എഴുതുന്ന സമയത്ത് എനിക്ക് ഭയങ്കര വിഷമം. എന്താ വെച്ചാല് ഒരു നമ്മളൊരു എന്താ പറയാ, നമുക്കറിയാം ഈ കഥയിൽ രാജീവ് ഗാന്ധി കൊല്ലപ്പെടാൻ പോവാണ് നമുക്ക്, പക്ഷെ ഒന്നും ചെയ്യാൻ നമ്മളില്ല, അയാൾ രക്ഷപ്പെട്ടു നമുക്ക് എഴുതാൻ പറ്റില്ല. അതൊരു ഹിസ്റ്ററി കൂടി ആയതുകൊണ്ട് അത് അങ്ങനെ തന്നെ എഴുതാൻ പറ്റൂ. അപ്പോൾ 20 മുതൽ 21 വരെ എഴുതുന്ന സമയത്ത് എനിക്ക് ആ ഒരു ഭയങ്കര പ്രശ്നം ഉണ്ട്. അതായത് രാജീവ് ഗാന്ധി കുറച്ച് കഴിയുമ്പോഴേക്ക് തനു ആ ചന്ദനമണിമാല രാജീവ് ഗാന്ധിനെ അണിയിക്കും. അണിയിച്ച ഉടനെ തന്നെ അവർ കുമ്പിടും, കുനിഞ്ഞിട്ട് അവരുടെ വയറ്റിൽ വെച്ചിട്ട് ആ ഡിറ്റണേറ്റർ പ്രസ് ചെയ്യും, പൊട്ടിച്ചെതറും. അപ്പൊ ആ ഒരു ഇത് എഴുതുന്ന സമയത്ത് ഭയങ്കര വിഷമം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. Yes. ഇത് വായിക്കുമ്പോഴും അത് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോ എനിക്ക് 91 ഈ രാജീവ് ഗാന്ധിയുടെ മരണമായിട്ട് ബന്ധപ്പെട്ട് എനിക്കും വലിയൊരു പ്രാധാന്യമുള്ളൊരു ദിവസമായിരുന്നു അന്ന്. പക്ഷെ അങ്ങനെയാണ് ആ ഒരു ടൈറ്റിൽ കണ്ടപ്പോ വല്ലാതെ ആകർഷണം തോന്നി. പിന്നെ ഇതെല്ലാം വിശദമായിട്ട് അതില് വരുന്നുണ്ടല്ലോ, സാർ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ. അപ്പോ ഇതില് എത്രമാത്രം ഫിക്ഷന്റെ എലിമെന്റ് പറഞ്ഞ പോലെ അതങ്ങനെ വിഭജിക്കാൻ പറ്റുമോ, നമുക്ക് എന്തെങ്കിലും ചേർത്തിട്ടുണ്ട്? പറ്റില്ല. അതായത് കുറെ ഉണ്ട്, അതൊരു പകുതി പകുതി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കുറെ കഥ, പിന്നെ ഇനിയിപ്പോ കഥാപാത്രങ്ങളെ ഞാൻ ഫിക്ഷനിൽ ഇട്ടിട്ടുണ്ട്, ഫിക്ഷനിലേക്ക് ഞാൻ റിയൽ ക്യാരക്ടേഴ്സിനെ കൊണ്ടിട്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിങ്ങനെ ഇന്റർമിക്സ്ഡ് ആയിട്ട് കിടക്കാണ്. താങ്ക് യു സർ. ഇനി മറ്റുള്ളവരും കൂടിയൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ശരി. ഞാനുള്ളത് സമയം വൈകിയത് കൊണ്ടാവാം. ആ എന്തായാലും പങ്കെടുത്തതില് വീണ്ടും 2ാം ഘട്ടം പങ്കെടുത്തതിലുള്ള സന്തോഷം പറയാണ്. ഓ സന്തോഷം, തീർച്ചയായിട്ടും. താങ്ക് യു വെരി മച്ച്. കോളേജില് വെറുതെ ഇങ്ങനെ അനൗപചാരികമായിട്ട് ചർച്ച ചെയ്യാൻ നടക്കുമ്പോ ഈ പേരുകൾ, നോവലിന്റെ പേരുകളൊക്കെ ഒരു പ്രത്യേക പേരുകളായിരിക്കും. അതിന്റെ ഒരു രസം. അതായത് വാട്ട്സ് ദെയർ ഇൻ എ നെയിം ഷേക്സ്പിയർ ചോദിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ പേരെന്തൊക്കെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോ പേരെപ്പോഴും ഡിഫറെന്റ് ആയിരിക്കണം എന്ന് എനിക്കൊരു നിർബന്ധമായി. അങ്ങനെയാണ് പിന്നെ ഓരോന്നിനും ഓരോരോ പേരുകൾ ഇങ്ങനെ ഇട്ടു പോയത്. തെരഞ്ഞെടുക്കാൻ സമയമെടുത്തിട്ടുണ്ടോ പേര് ശീർഷകങ്ങൾ? പെട്ടെന്ന് മനസ്സിലേക്ക് വരാറുണ്ട് ടൈറ്റിൽസ്. തലൈക്കുത്തല് പിന്നെ പ്രശ്നമൊന്നുമില്ല, കാരണം അതിന്റെ തീമേ തലൈക്കുത്തലാണ്. ദായമക്കൈ പിന്നെ ദായമക്കൈ എന്നാണ് ചടങ്ങ്. അപ്പൊ പിന്നെ അത്ര വലിയ പ്രശ്നം വന്നിട്ടില്ല ഇടാന്. അത് വായനാനന്തരം വളരെ പരിചിതമാവുന്നുണ്ട് കേട്ടോ. അതാണ് ഈ പേരുകളുടെ ഒരു പ്രത്യേകത. ഇപ്പൊ തലൈക്കൂത്തൽ ഇത് വായിച്ചവർ, ഇന്നിപ്പോ ഇതിൽ പങ്കെടുത്തവർക്കൊക്കെ തലൈക്കൂത്തൽ എന്ന് പറഞ്ഞാൽ ആദ്യം ഓർമ്മ വരിക നിസാറിനെ ആയിരിക്കും. എന്തായാലും ദേവസ്വത്തില് നാളെ പോയി വാങ്ങണം എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് ഇട്ടുണ്ട്. അതെ, ഉറങ്ങിയാലേ ഉറങ്ങിയാലേ വായിച്ചാലേ ഇനി ഉറങ്ങാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാരും വായിക്കുക, പുസ്തകം നേരിട്ട് വേണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ സൈൻ ചെയ്ത് കോപ്പീസ് അയച്ചു തരാം. ഓ സന്തോഷം. ഓക്കെ. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ നിസാറിനോടെ. നിസാറെ, ഈ കഥാതന്തു ഇങ്ങനെ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഇത് പറഞ്ഞല്ലോ, ഭയങ്കര ഉൾവേദന ഉണ്ടാക്കുന്ന കഥകളാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ഇങ്ങനെ കൊണ്ടു നടന്നു കഴിയുമ്പോ ഈ ശരിക്കും പറഞ്ഞാല് നേരത്തെ ബഷീറിന്റെ മാതിരി ഒരു ഹിസ്റ്ററി എനിക്ക് സംസാരത്തിൽ കിട്ടിയെന്ന് തോന്നുന്നു. പുറപ്പെട്ടു പോയെന്നോ എങ്ങാണ്ടൊക്കെ വീട് കറങ്ങിയൊക്കെ വന്നതെന്ന്. അതിനെ കുറിച്ചൊന്ന് എന്താ സംഭവം ഒന്ന് പറയാമോ? പറഞ്ഞു എനിക്ക്
അതായത് ഞാൻ ഞാൻ കേട്ടു, പ്ലസ് ഞാൻ ടുവിന് പഠിക്കുന്ന സമയത്താണ്. എവിടെയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കേട്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചു. ഞാൻ 2004 പോയത്. 2004 ജാനുവരി 20ാം തീയതിയാണ് ഞാൻ പോകുന്നത്. അതൊരു അങ്ങനെ ഒരു പോക്കായിരുന്നു. ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് കൂടി എൻ്റെ കൂടെ കൂടി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ത്യ മുഴുക്കെ കറങ്ങി. തമിഴ്നാട്, കർണാടക, ആന്ധ്ര, പോണ്ടിച്ചേരി, ഒഡീഷ, ബീഹാർ, കൊൽക്കത്ത എന്നൊക്കെ പറഞ്ഞിട്ട് കറങ്ങി 103 ദിവസം കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. അപ്പോ ആ ഒരു സമയത്ത് ഉള്ള അനുഭവങ്ങളാണ് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഞാൻ എഴുതി തുടങ്ങിയത്. ഈ ദായമക്കൈ ആണെങ്കിലും തലൈക്കൂത്തലാണെങ്കിലും അഗർത്ത ആണെങ്കിലും ഇതിന്റെയൊക്കെ കഥാബീജം കിടക്കുന്നത് 2004 എക്സ്പീരിയൻസസ് ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 103 പുസ്തകങ്ങൾ എഴുതാനുള്ള എക്സ്പീരിയൻസസ് അതിൽ കൂടുതലുള്ളത് എന്റെ മനസ്സിൽ ഉണ്ട്. അത് ഞാൻ ഇങ്ങനെ പോളിഷ് ചെയ്തിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് ഇപ്പൊ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതില് ദാരിദ്ര്യം, പട്ടിണി, പിന്നെ കാമം, മോഹം, ദുഃഖം, സന്തോഷം, വേർപാട് പറഞ്ഞ എല്ലാ ഫീലിങ്സും ആ ഒരു 103 ദിവസങ്ങളിൽ ഞാൻ കടന്നു പോയിട്ടുണ്ട്. അപ്പം അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസിന്റെ ഒരു ബലം കൂടിയാണ് എഴുത്തിന് കുറച്ച് ശക്തി കൂട്ടുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. സന്തോഷം. ചുമ്മാതല്ല, മനുഷ്യൻ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്ന് പറയുന്നതിന്റെ കാരണം അല്ലേ? താങ്ക് യു. ഓക്കെ. ഈ തൊപ്പിട്ടിരിക്കുന്ന മനുഷ്യനെ ചെറിയൊരു ശ്രീനാരായണ ഗുരുവിന്റെ പതിപ്പും ബഷീറിന്റെ പതിപ്പൊക്കെയാണ് ഈ ദേശാടനൊക്കെ കഴിഞ്ഞ് ഒരാളുണ്ടായിരുന്നു മാത്രം. അതിലും ഇന്ന് B.Ed കുട്ടികൾക്ക് ഈ ആഴ്ച പരീക്ഷ നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ ഇടയിലായിട്ടാണ് ഇപ്പൊ പഠിക്കുന്ന കുട്ടികളല്ല, പൂർവ്വ വിദ്യാർത്ഥികളാണ്. അപ്പൊ അങ്ങനെ വരും നമ്മൾ ഇതിനൊരു തുടർച്ചയുള്ളതുകൊണ്ട് എല്ലാ വ്യാഴാഴ്ചയും പുസ്തക ചർച്ചയുണ്ട്. അപ്പൊ ഇന്ന് അവതരിപ്പിച്ച ജീവനോട് പ്രത്യേകം ഭയങ്കര നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഭയങ്കര അക്ഷരസ്ഫുടതയാണെങ്കിലും ആ ഒരു അവതരിപ്പിക്കുന്ന ശൈലിയാണെങ്കിലും ആ ഒരു എല്ലാ പോയിന്റും കവർ ചെയ്തിട്ട് ഭയങ്കര മനോഹരമായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. നിങ്ങളുടെ ഒരു അഭിമാന താരാണ്. മൂന്ന് ബാച്ച് മുമ്പ് ഉണ്ടായിരുന്ന കുട്ടിയാണ്. ഇപ്പോ സ്കൂളിൽ അധ്യാപികയാണ്. കുറച്ച് കോളേജുകളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നാഷണൽ ഫെലോഷിപ്പ് ഒക്കെ കിട്ടിയ ആളാണ്. റേഡിയോയിലൊക്കെ ചെയ്യാൻ പറ്റും. നല്ല ഇതുണ്ട്. ഇന്ന് ഈ കമ്പയറിങ് ചെയ്യുന്ന അഖില സാറിന്റെ നാട്ടുകാരിയാണ്. അഖില ഒന്ന് അഖില പോയോ? ഇല്ല സാർ, ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങളൊന്ന് പോയിട്ടോ. ഞാൻ കോഴിക്കോട് താമരശ്ശേരിയാണ് സാർ എന്റെ സ്ഥലം. താമരശ്ശേരി കോരങ്ങാട്. കോരങ്ങാട്. ഞാൻ ഓമശ്ശേരിയാ. നമ്മുടെ അടുത്തല്ലേ? അതെ 15-20 മിനിറ്റിന്റെ വ്യത്യാസമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. മണിക്കൂറുകൾ കഴിഞ്ഞ അവർക്ക് പരീക്ഷയാണ്. അതിന്റെ ഇടയിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് പോയി ഗോ ടു യുവർ ക്ലാസ്സസ്, പഠിച്ചോളൂ. ഇല്ല, അതൊന്നും കുഴപ്പമില്ല. ഇങ്ങനെ ഒരു അനുഭവം അതും ഒരു സ്പെഷ്യൽ തന്നെയാണ്. പിന്നെ കേട്ടിരിക്കുമ്പോ അത്രയും അതിലേക്ക്, ആ ഒരു കഥയിലേക്ക് അല്ലെങ്കിൽ കാര്യങ്ങളിലേക്കൊക്കെ എത്താനുള്ള ആ ഒരു ത്വര ഞങ്ങളിലൊക്കെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ എന്തായാലും വായിക്കണം എല്ലാ പുസ്തകവും. എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ ഒരു പുസ്തകം വായിച്ചു തുടങ്ങിയിട്ട് അടുത്ത ദിവസം ആൾക്ക് എക്സാം ആണെന്ന് പറഞ്ഞു. എന്നിട്ട് പോലും അവൾ അത് വായിച്ച് തീർത്തിട്ടേ എന്റെ എക്സാമിന് പഠിക്കുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. അത്രയും വായിക്കാനുള്ള ആ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ എന്താകും കഥ എന്നറിയാനുള്ള ആകാംക്ഷ ഓരോരുത്തരും ജനിപ്പിക്കാൻ സാറിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും ഇങ്ങനൊരു പരിപാടിയിൽ പങ്കെടുത്ത സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. എല്ലാ പുസ്തകങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് എല്ലാ ലാസ്റ്റ് ഇന്ന് പുതിയ ഇറങ്ങിയ വരെ കൊടുത്തിട്ടുണ്ട്. പുതിയ വർക്ക് ഏതാ വരാൻ പോകുന്നത്? പുതിയത് DC-യിലേക്ക് KLF ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ പുസ്തകം വരുന്നുണ്ട്. പുസ്തകത്തിന്റെ ടൈറ്റില് ഞാൻ അനൗൺസ് ചെയ്തിട്ടില്ല. നരമുണ്ടോ ഖേല എന്നാണ് പുസ്തകത്തിന്റെ പേര്. അത് ഇതുപോലൊക്കെ സാധനമാണ്. അത് ബംഗാളിയാണ്. അതായത് ബംഗാളിൽ അത് ഫിക്ഷൻ അല്ല, അത് പ്യോർലി നോൺ ഫിക്ഷൻ ആയിട്ടുള്ള ഒരു സാധനം. എന്റെ യാത്രാനുഭവങ്ങളാണ് അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞ്. അപ്പം ഈ നരമുണ്ട ഖേല എന്ന് പറഞ്ഞാല് അതിപ്പോ അത് ചർച്ച ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് പറയാണ്. നമ്മുടെ
ബംഗാളിലെ ന്യൂ ഇയറിന് അവര് പൊഹേല ബൈശാഖ് എന്നാ പറയാ. അവരുടെ നമ്മള് ഇപ്പം എന്താ നമ്മള് ന്യൂ ഇയർ ഇല്ലേ, ചിങ്ങം ഒക്കെ പറയും പോലെ അവരുടെ ബംഗാളി ന്യൂ ഇയർ ആണ് പൊഹേല ബൈശാഖ്. ആ ബൈശാഖിന്റെ തലേ ദിവസം, ആ ന്യൂ ഇയറിന്റെ തലേന്ന് 2 ദിവസം നടക്കുന്ന ചടങ്ങാണ് നരമുണ്ട ഖേല. അതായത് ആ പ്രദേശത്ത് മരിച്ചുപോയ ആൾക്കാരുടെ ഒരു 10 ദിവസത്തിനുള്ളിൽ മരിച്ച് കുഴിച്ചിട്ട മനുഷ്യന്മാരെ മുഴുവൻ പുറത്തെടുത്തിട്ട് അവരെ കഷ്ണം കഷ്ണാക്കിയിട്ട് അവരെ തോളിൽ വെച്ചിട്ട് ഡാൻസ് ചെയ്യുന്ന ഒരു ചടങ്ങാണ് ഈ നരമുണ്ട ഖേല എന്ന് പറഞ്ഞിട്ടുള്ള ചടങ്ങ്. ഇതിനേക്കാളും ഗംഭീരം തെരഞ്ഞെടുക്കുന്ന വിഷയങ്ങളൊക്കെ ആദ്യം ഗംഭീരം. അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണിത്. ഇതിലൊരു സംശയം ചോദിച്ചിട്ടുണ്ട്. സാറിന്റെ പേര്, സർനെയിം ഇൽത്തുമിഷ് എന്നുള്ളതിന് എന്താണ് അർത്ഥം? അർത്ഥം എന്താന്ന് എനിക്കറിയില്ല. നല്ലൊരു എടുപ്പുള്ള പേരാന്നറിയാം. എന്റെ പേരൊന്നുമില്ല, ഞാൻ എന്റെ ചേർത്തത് എന്റെ കൂടെ. നോവലിന്റെ പേര് പോലെ തന്നെ സ്വന്തം പേരും ഇങ്ങനെ. അത്രേ ഉള്ളൂ. വേഷവും കോഴിക്കോട്ടുകാരനാണ് ഇതിൽ ചോദിച്ച ആള്. ഞാൻ ബാലുശ്ശേരിയാണ് കേട്ടോ. ബാലുശ്ശേരി. ഓക്കെ. താമരശ്ശേരി എക്സൈസിൽ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. താമരശ്ശേരി നമ്മളെ പ്രിയപ്പെട്ട സ്ഥലമാണ്. എക്സൈസ് ഇൻസ്പെക്ടറാണ്. മനസ്സിലായി. എന്തായാലും പ്രിയപ്പെട്ട സ്ഥലം എന്ന് പറയുമ്പോ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി ഏത് തരത്തിലാണ് പ്രിയപ്പെട്ടത്. എക്സൈസ് ആയതുകൊണ്ടേ. നമുക്കെന്നാ വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു കുട്ടികൾക്ക്. സ്വാഗതം പറഞ്ഞ ദർശന, അതുപോലെ ഇനിയിപ്പോ നന്ദി പറയാൻ പോണ ശ്രീലക്ഷ്മിക്കും പ്രത്യേകം സ്നേഹവും സന്തോഷമൊക്കെ പറയാണ് കേട്ടോ. അഖില പറഞ്ഞോളൂ. നന്ദി പറയുന്നത് 1ാം വർഷ BEd ഇംഗ്ലീഷ് വിദ്യാർത്ഥിനി ശ്രീലക്ഷ്മിയാണ്. ഇന്ന് ശ്രീലക്ഷ്മിയുടെ ജന്മദിനം കൂടിയാണ്. ശ്രീലക്ഷ്മിക്ക് ഞങ്ങളെല്ലാവരുടെയും ജന്മദിനാശംസകൾ നേരുന്നു. തൃശൂർ PG സ്വദേശിനിയാണ് ശ്രീലക്ഷ്മി. ചരിത്ര പഠനങ്ങളിൽ തൽപരയാണ്. കൂടാതെ നല്ല ഒരു വായനക്കാരി കൂടിയാണ്. നന്ദി പറയുന്നതിനായി ഏറെ സ്നേഹത്തോടെ ശ്രീലക്ഷ്മിയെ ക്ഷണിക്കുകയാണ്. ശ്രീലക്ഷ്മിക്ക് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. ഓക്കെ, പറഞ്ഞോളൂ. താങ്ക് യു സർ. എല്ലാവർക്കും നമസ്കാരം. പ്രതിവാര പുസ്തക വായന പരിപാടി സമാപിക്കുന്ന ഈ വേളയിൽ ആദ്യമായി ഈ പരിപാടിക്ക് അവസരം ഒരുക്കി തന്ന SNM ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പൽ സുസ്മിത മിസ്സിന് സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. ഈ പരിപാടിയുടെ സ്റ്റാഫ് കോർഡിനേറ്റേഴ്സ് ആയ ഡോക്ടർ കൃഷ്ണകുമാർ സാറിനും ഡോക്ടർ ഹീര മിസ്സിനും സ്റ്റുഡന്റ് കോർഡിനേറ്റർ ആയ അക്ഷയ്ക്കും സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഒപ്പം കൂടുകയും എഴുത്തനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്ത നിസാർ ഇൽത്തുമിഷ് സാറിന് സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഈ നോവൽ വളരെ മനോഹരമായി അവതരിപ്പിച്ച ജീവന മാമിനും ഹൃദയം നിറഞ്ഞ നന്ദി. ഈ പരിപാടിയുടെ മോഡറേറ്ററായ അഖിലയ്ക്കും സ്വാഗതം പറഞ്ഞ ദർശനയ്ക്കും നന്ദി അറിയിക്കുന്നു. ഈ പരിപാടി വിജയകരമാക്കാൻ കൂടെ നിന്ന എല്ലാവർക്കും, കൂടാതെ വായനയെ സ്നേഹിക്കുന്ന എല്ലാ പുസ്തക പ്രേമികൾക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. വ്യാഴാഴ്ച വായനാഴ്ച ഈ ലക്കം ഇവിടെ സമാപിക്കുകയാണ്. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. പ്രത്യേകിച്ച് പുസ്തക നിരൂപണം നടത്തിയ ജീവന ചേച്ചിയോടും നോവലിസ്റ്റ് നിസാർ സാറിനോടും എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്.